ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ദ്വാപരയുഗ അവസാനം കഴിഞ്ഞ് കലിയുഗം ആരംഭിച്ചതോടുകൂടി ഈ നാമജപം ഹിമാലയ താഴ്വാരത്തിലെ നൈമിഷാരണ്യത്തിലെ സത്രത്തിൽ ആരംഭിച്ചു. ആ തിരുനാമ ജപത്തിന്റെ തിരമാലകൾ ഇത് അലയടിച്ച് 5000 വർഷങ്ങളോളം കഴിഞ്ഞപ്പോഴേക്കും എത്രയോ വിദൂരത്തുള്ള കടലിലെ തിരമാലകൾ കരയ്ക്കെത്തിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കണ്ടാൽ മതിവരാത്ത, കേട്ടാൽ മതിവരാത്ത, ആസ്വാദകര് നിറഞ്ഞു കഴിഞ്ഞ ഒരു സദസ്സായിട്ടിത് മാറിയിരിക്കുകയാണ്. നൈമിഷാരണ്യത്തിൽ അന്ന് സത്രം നടന്നു എങ്കിൽ അതിന്റെ ഉദ്ദേശം ഓരോ എറണാകുളത്തപ്പന്റെ സന്നിധാനം പോലെയുള്ളതായ ക്ഷേത്ര പരിസരങ്ങളും നൈമിഷാരണ്യമാക്കി തീർക്കുക എന്നതായിരുന്നു. കലിബാധിതമല്ലാത്തതായ പ്രദേശങ്ങളായിട്ട് ഈ ഭാരത പുണ്യഭൂമിയെ മുഴുവൻ മാറ്റിയെടുക്കാനുള്ള ഒരു ആസൂത്രണമായിരുന്നു അന്ന് ശൗനകാദികളുടെ ഉദ്ദേശം. അതിന്ന് വിജയിച്ചു കാണുമ്പോൾ അന്നത്തെ സത്രത്തിൽ പങ്കുകൊണ്ട സൂത ശൗനകാദികൾ എന്തെന്നില്ലാതെ സന്തോഷപൂർവം നമ്മുടെ എല്ലാവരുടെയും ശിരസിൽ കൈവച്ചുകൊണ്ട് നാമജപം തുടങ്ങിയല്ലേ, സത്രം തുടങ്ങിയല്ലേ, പ്രഭാഷണം തുടങ്ങിയല്ലേ, ഭാഗവത പാരായണം തുടങ്ങിയല്ലേ. ഇല്ല, ഇത് കഴിയാൻ പോണില്ല, ഇന്ന് കഴിയണമെന്ന് ആരും വിചാരിക്കേണ്ട. ഇതൊരിക്കലും കഴിയണില്ല. അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്കിത് തുടർന്നുകൊണ്ടിരിക്കാനുള്ളതായ ശക്തി അത്തരം ആചാര്യന്മാരുടെ ആചാരാനുഷ്ഠാനങ്ങളുമായി ജീവിതം നയിച്ചവരുടെ, ഇപ്പോൾ നമ്മൾ കേട്ടതായ അത്തരം ഗുരുക്കന്മാരുടെ ഹൃദയത്തിലേക്കൊന്ന് തൊട്ട് കഴിഞ്ഞാൽ സ്വിച്ചിടുമ്പോൾ ലൈറ്റ് കത്തിക്കുന്നത് പോലെ ആത്മാവിനെ പ്രകാശിപ്പിക്കാവുന്ന രീതിയിലുള്ള ഗുരുവായൂരപ്പദാസന്മാരുടെ, തിരുനാമാചാര്യന്മാരുടെ, ശ്രീ ഗുരുവായൂരപ്പനെ നിരന്തരം ഭജിച്ച് ഭാഗവത ശ്വാസോച്ഛ്വാസങ്ങളായി മാറിയതായ എത്രയോ ഭാഗവത ആചാര്യന്മാരുടെ തപസ്സാണ് നമുക്ക് കിട്ടിയ ഈ നേട്ടം. അതുകൊണ്ട് അവരോടെല്ലാമുള്ള കടപ്പാട് തീർക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അവരെ സന്തോഷിപ്പിക്കാൻ ഒന്ന് മാത്രമേ വേണ്ടൂ, നാമജപിക്കുക മാത്രമേ വേണ്ടൂ. അവരാ തിരുനാമത്തിൽ ലയിച്ചവരാണ്. അവരുടെ ഓരോ ശ്വാസോച്ഛ്വാസങ്ങളും ഹരേ കൃഷ്ണ നാരായണ ഗോവിന്ദ എന്നിങ്ങനെ രൂപാന്തരപ്പെടുത്തിയവരാണ്. അതൊന്ന് മാത്രമേ നമ്മുടെ മനസ്സിനെ സത്വസംശുദ്ധിയിലേക്ക് എത്തിച്ചേർക്കാൻ ഈ കാലഘട്ടത്തിൽ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ കേട്ടതായ പ്രഭാഷണത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ സാത്വിക ശുദ്ധി പോരായ്മയാണ്. സാത്വിക ഭാവങ്ങളെ അശുദ്ധമാക്കുന്ന രീതിയിലുള്ള രജോഗുണ തമോഗുണ ജീവിതമാണ്, ഭക്ഷണ രീതികളാണ്, ജീവിതചര്യകളാണ്. പുരോഗതി എന്നൊരു ഭാഗത്ത് പറയുമ്പോൾ മാനസികമായിട്ടുള്ള അധോഗതിയിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യങ്ങളാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ കാലഘട്ടത്തിൽ ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ഏക പോംവഴി കീർത്തനാദേവ കൃഷ്ണസ്യ കലൗ ദോഷനിധേരാജൻ അസ്തിഹ്യേകോ മഹാൻ ഗുണ. പേടിക്കണ്ട പരീക്ഷിത്തെ. ബ്രഹ്മോപദേശത്തിന് മുൻപായിട്ട് ശ്രീ സുഖമഹർഷി ശിഷ്യനായ പരീക്ഷത്തിനെ സമാധാനിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ജന്മസമയത്ത് തന്നെ മാതൃഗർഭത്തിൽ വെച്ച് തന്നെ മരിച്ചുപോയ സന്ദർഭത്തിൽ ആരാണ് ആ ജീവൻ തന്നത്? ആ കരുണാകടാക്ഷം, ആ കണ്ണന്റെ കടാക്ഷം, ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ അപാര കൃപാകടാക്ഷം. അങ്ങനെയാണ് അങ്ങക്ക് ജീവൻ ഉണ്ടായത്, അങ്ങനെയാണ് അങ്ങക്ക് ജീവിതമുണ്ടായത്. ജീവിതത്തിൽ ഓരോ ശ്വാസോച്ഛ്വാസങ്ങളിലും ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയായിരുന്നു. കലിയുഗമായതിനു ശേഷം ചെറിയൊരു കലിയുടേതായ ബാധ കാരണം ഇത്രയൊക്കെ ധാർമ്മികനായ പാണ്ഡവ പൗത്രനായ അദ്ദേഹത്തിനും കലിയെ നിയന്ത്രിക്കാൻ സാധിച്ചു എങ്കിൽ, നിയന്ത്രണം വിട്ട കലി അദ്ദേഹത്തിനെ ബാധിച്ചപ്പോൾ 7-ാം ദിവസം മരണമാണെന്നുള്ള വാർത്ത മുൻകൂട്ടി അറിഞ്ഞപ്പോൾ ഗംഗാതീരത്ത് വന്നിരുന്നു കൊണ്ട് അലം ഗായത വിഷ്ണുഗാഥ, എനിക്ക് ആരെങ്കിലും വേദാന്തം ഉപദേശിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് ആരെങ്കിലും മറ്റ് ശാസ്ത്രങ്ങൾ ഉപദേശിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പരീക്ഷിത ഗംഗാതീരത്ത് വന്നിരുന്ന് അപേക്ഷിച്ചത് അലം ഗായത വിഷ്ണുഗാഥ
എന്റെ കൃഷ്ണന്റെ കഥകള് കൃഷ്ണാവതാര സമയത്ത് ആദ്യം പറയണു, എന്റെ കൃഷ്ണൻ, എന്റെ കുടുംബത്തെ രക്ഷിച്ച കൃഷ്ണൻ, ഈ ലോകമാകുന്ന കുടുംബത്തെ രക്ഷിക്കുന്ന ജഗന്നാഥൻ, ആ ജഗന്നാഥന്റെ കഥകൾ എനിക്ക് കേൾക്കണം. ആരെങ്കിലും പറഞ്ഞു തരാൻ കഴിവുള്ളവരുണ്ടോ? ഈ ഗംഗാതീരത്ത് വന്ന സജ്ജനങ്ങളിൽ ആരെങ്കിലും എന്റെ കൃഷ്ണന്റെ കഥ, നിങ്ങളുടെ കൃഷ്ണന്റെ കഥ, ഈ ലോകത്തെ രക്ഷിക്കുന്ന പരബ്രഹ്മമായ കൃഷ്ണന്റെ കഥ, ഈ ലോകരുടെ എല്ലാവരുടെയും ആത്മാവായ പരമാത്മാവായ കൃഷ്ണന്റെ കഥ പറഞ്ഞു തരാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും കഴിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ കൃഷ്ണന്റെ കഥകൾ എഴുതിയ എഴുത്തുകാരൻ വേദവ്യാസൻ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ എഴുത്ത് പോലെയുള്ള പ്രഭാഷണം അദ്ദേഹത്തിന് അത്ര പറ്റില്ല തോന്നുന്നു. അല്ലെങ്കിൽ മകനോട്, പുത്രനോട്, ഉണ്ണി അന്ന് ഞാൻ ഉപദേശിച്ചതാണ്, പക്ഷേ പരീക്ഷത്തിനോട് അതിന് ഞാനല്ല, എഴുതാനുള്ള എന്റെ കഴിവിനെ പോലെ പറയാനുള്ള കഴിവ് അത്ര എനിക്ക് അല്ല, പ്രസംഗങ്ങൾ അധികം ഉണ്ടാവാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അത്യാവശ്യം ചില പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല എന്നല്ല, പക്ഷേ അധ്യക്ഷനൊക്കെ ആയിട്ട് ആരെങ്കിലും ഇരിക്കണം എന്ന് പറയുമ്പോ ഇത്രയും വലിയൊരു എഴുത്തുകാരനാവുകൊണ്ട്, വേദത്തെ വ്യാസം ചെയ്ത ഒരാളാവുകൊണ്ട് അങ്ങനെയുള്ള ആ പ്രസംഗ കഴിവുണ്ടെങ്കിലും അത് എന്നേക്കാൾ കഴിവുള്ള ഒരാളിത് എന്റെ പുത്രനാണ്, ശ്രീ സുഖബ്രഹ്മഋഷിയാണ്. ഈ ഭാഗവതം പ്രസംഗിക്കാൻ ഞാൻ ആ പുത്രനെ ഉപദേശിച്ചാണല്ലോ. നിർവികൽപ്പ സമാധി ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്നതാണല്ലോ. ഉണ്ണി എവിടെ? എന്റെ കഥ പറയാൻ ഉണ്ണി എന്താ വരാത്തത്? വേദവ്യാസൻ അങ്ങനെയാണ് കാത്തിരിക്കണത്. എന്റെ കഥ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ണി വരാതെ കണ്ടിരിക്കില്ല. ആ ഉണ്ണി, അഗ്നിജനായ ഉണ്ണി, തന്റെ അരണി കടയുമ്പോൾ ഉണ്ടായതായ മാനസിക മായാ തലത്തിൽ കൂടി ഈശ്വരൻ തന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രത്യക്ഷപ്പെട്ടതായ ശ്രീ ശുകാചാര്യൻ, സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ ഇത് കഥ പറയാൻ വേണ്ടി അവതരിക്കുണ്ടായിട്ടുണ്ടല്ലോ. ആ ഉണ്ണി എവിടെ? ഞാൻ എഴുതിയ ഭാഗവതം ഈ ഗംഗാതീരത്തിരുന്ന് ലോകരെ പാടിക്കളിപ്പിക്കാൻ വരേണ്ടത് ആ ഉണ്ണിയാണല്ലോ. ആ ഉണ്ണിയുടെ പേരിലാണല്ലോ ഈ സ്ഥലം തന്നെ ഈ ലോകം അറിയേണ്ടത്. സുഖസ്ഥലം, സുഖസ്ഥലം എന്നുള്ള നിലയ്ക്ക് ആ ഉണ്ണി എവിടെയെന്ന് അച്ഛൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, മുത്തശ്ശൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദ്വാപരയുഗ അവസാന കാലഘട്ടത്തിലെ ജീവചരിത്രങ്ങളെ കുറിച്ച് അറിയാവുന്ന അനേക പുണ്യാത്മാക്കൾ ആ ഗംഗാതീരത്ത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. എവിടെ? എന്താണ് അദ്ദേഹം വരാത്തത്? അലം ഗായത വിഷ്ണുഗാഥാഹ, എനിക്ക് എന്റെ കൃഷ്ണന്റെ കഥകൾ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്ന പരീക്ഷത്തിന്റെ അപേക്ഷ കേട്ട് ആ ശുകാചാര്യൻ വരാതെ കണ്ടിരിക്കില്ല. എന്നിങ്ങനെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കെ ആ ശ്രീ ശുകാചാര്യൻ ഇത് ഗംഗാതീരത്ത് പ്രത്യക്ഷപ്പെടുകയായിരുന്നു. മധുരയിലെ കല്ലറയിൽ ഭഗവാൻ അവതരിക്കുന്നത് പോലെ എവിടെയും പ്രത്യക്ഷപ്പെടാവുന്ന വൈഭവത്തിലേക്ക് ആ ഗുരുനാഥൻ എത്തിച്ചേർന്നു കഴിഞ്ഞിരിക്കുന്നു. സർവഭൂത ഹൃദയം മുനിം ആനതോസ്മി എന്നാണ് സൂതന ഗുരുനാഥനെ വന്ദിക്കുന്നത്. സർവചരാചരങ്ങളിലുമുള്ള ചൈതന്യമായി മാറിയതായ പരമചൈതന്യമായ ആ ശുകാചാര്യൻ ഇത് വന്നു ചേർന്നപ്പോൾ, കൃഷ്ണന്റെ കഥകൾ കേൾക്കണമെന്ന് പരീക്ഷിത്ത് അപേക്ഷിച്ചപ്പോൾ ശ്രീ ശുകാചാര്യൻ ഇത് കൃഷ്ണകഥകള് പറയാനായിട്ട് ആരംഭിച്ചു. മുഖ്യശ്രോതാവായിരിക്കുന്ന പരീക്ഷത്തിന്റെ അടുത്ത് തന്നെ ഇരിക്കാൻ എനിക്കും സീറ്റ് കിട്ടിയത് കൊണ്ട് എന്റെ മുഖത്തേക്കും ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം നോക്കിയിരുന്നു. ആ ശുകാചാര്യന്റെ ഒരു അനുഗ്രഹം മാത്രമാണ് കേട്ടോ, സാക്ഷാൽ ഗുരുവായൂരപ്പനായ അദ്ദേഹത്തിന്റെ അനുഗ്രഹം മാത്രമാണ് കേട്ടോ ഞാൻ ഇന്നത് നിങ്ങളുടെ മുമ്പിൽ സപ്താഹയജ്ഞമായിട്ട് ഇങ്ങനെ ഒരു സത്രം നടത്താനായിട്ട് തയ്യാറായത്. സത്രത്തിന്റെ സമാപന രംഗത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ആ ഗുരുനാഥൻ ശ്രീ സുഖബ്രഹ്മഋഷി പരീക്ഷിത് മഹാരാജാവിനെ ബ്രഹ്മോപദേശം ചെയ്തതായ ഭാഗം വരെ, സുഖ പരീക്ഷയിൽ സംവാദ രൂപേണയുള്ള ഭാഗം വരെ നമ്മളിവിടെ ഇത് പാരായണ പ്രഭാഷണാദികള് കേട്ടുകഴിഞ്ഞിരിക്കുന്നു. സത്രത്തിന്റെ ആദ്യ ദിവസം സൂത ശൗനക സംവാദം മുതൽ ആരംഭിച്ചുകൊണ്ട് നമ്മളിപ്പോൾ സൂത ശൗനക സംവാദത്തിന്റെ ആ ഏതൊരു തുടക്കത്തിലും ഉപക്രമം പോലെ തന്നെ ഉപസംഹാരം എന്നൊരവസ്ഥയുണ്ട്. അധ്യക്ഷൻ തുടങ്ങി വെച്ച് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും അധ്യക്ഷൻ തന്നെ അതിനെ ഉപസംഹരിക്കുന്നത് പോലെ സൂതൻ ഇവിടെ ആ സുഖപരീക്ഷയിൽ സംവാദ രൂപേണയുള്ള സപ്താഹയജ്ഞത്തിൽ താൻ കേട്ട കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നീട് ഉപസംഹാര രംഗത്തിലേക്ക് കടക്കുകയാണ്. പരീക്ഷത്തിന്റെ മുക്തി എന്ന വിഷയത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞു. ആ പരീക്ഷിത്ത് 7 ദിവസം ഭാഗവതം കേട്ട് ഭൗതിക ശരീരമല്ല ഞാനെന്ന ഭാവത്തെ പ്രാപിച്ചുകൊണ്ട്, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ എന്ന മാർഗം സ്വീകരിക്കാം, എല്ലാം ഞാനെന്ന മാർഗം സ്വീകരിക്കാം നമ്മളിവിടെ കേട്ടു. 2 മാർഗങ്ങളിലും അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞു. ഞാനെന്ന ഭാവത്തോടുകൂടിയ ശരീരത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഞാനെന്ന ഭാവത്തോടുകൂടിയ പരമാത്മപദത്തിലേക്ക് അദ്ദേഹം ഇത് ലയിച്ചു കഴിഞ്ഞു. പരമാത്മാ
നരാകൃതി. ആ പരമാത്മാവാണ് നരാകൃതിയായിട്ട് ഇവിടെ കൃഷ്ണനായിട്ട് വന്നത്. ആ കൃഷ്ണ ചൈതന്യത്തിലേക്ക് മറ്റൊരു കൃഷ്ണനായിട്ട് ഇതാ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കൃഷ്ണനായിട്ട് ഭഗവാൻ ഇങ്ങോട്ട് വന്നിട്ട് ഓരോരുത്തരെയും ഇത്തരത്തിൽ തന്റെ കൂടെ കൃഷ്ണനായിട്ട് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കൃഷ്ണനെ ആശ്രയിച്ചവരെല്ലാവരും അത്തരത്തിൽ കൃഷ്ണന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു. മാതാ അമൃതാനന്ദമയി ഭാഗവതം കേട്ടിട്ടാണത്രേ ഇത്തരത്തിലൊരു നിലയിലേക്ക് വഴിത്തിരിഞ്ഞതും പിന്നീട് വലിയ വലിയ അമ്മയായി ലോകരെ മക്കളായി സ്നേഹിച്ചുകൊണ്ടിരുന്നതും. ആ അമ്മയുടെ ശരീരം നീലവർണ്ണമാണ് എന്ന് അമ്മയുടെ ഭക്തന്മാർ പറയുന്നു. അത്തരമൊരു നീലിമയിലേക്ക് അമ്മയുടെ ശരീരത്തിന് മാറ്റം വന്നത് ഭാഗവത രംഗത്തിൽ കൂടിയാണെന്ന് പറയുന്നു. ആ കൃഷ്ണന്റെ ആവേശമാണ് അമ്മയിലേക്ക് ഉണ്ടായതെന്ന് പറയുന്നു. പക്ഷെ ഞാനിപ്പോൾ കൃഷ്ണനാവുകയല്ല നല്ലത്, അമ്മയാവുകയാണ് നല്ലത്. അപ്പൊ എല്ലാവരെയും കൃഷ്ണന്മാരായിട്ട് ഉമ്മ വയ്ക്കാലോ, യശോദയായിട്ട് വാത്സല്യിക്കാലോ എന്ന രീതിയിൽ അമ്മയുടെ ശരീരം നീലവർണ്ണമായി തീർന്നു. ചൈതന്യ മഹാപ്രഭു ഹരേ രാമ കൃഷ്ണ രാമ കൃഷ്ണ എന്നിങ്ങനെ നാമം ജപിച്ച ചൈതന്യ മഹാപ്രഭുവിന്റെ നാമജപത്തിന്റെ ആവേശത്താൽ അദ്ദേഹം ആകെ നീലവർണ്ണമായിട്ട് മാറാറുണ്ടായിരുന്നു. നമുക്കും അത്തരത്തിൽ ഈ പഞ്ചഭൂതാത്മക ശരീരത്തെ അഹന്തയ്ക്കും മമതയ്ക്കും മായയ്ക്കും മായാമോഹങ്ങൾക്കും ജീവിതത്തിൽ സംസാര സാഗരത്തിൽ മുങ്ങിപ്പൊങ്ങാനും നിരന്തര ടെൻഷനും കാരണമായതായ ഈ പഞ്ചഭൂത ശരീരത്തെ പോലും നമുക്കിത് ആത്മസ്വരൂപമാക്കി മാറ്റാമെന്ന് എത്രയോ ആചാര്യന്മാർ യോഗികൾ കാണിച്ചു തന്നതുപോലെ ഈ സപ്താഹത്തിന്റെ സത്രത്തിന്റെ തൊട്ടു മുൻപ് മഹായോഗിയായിട്ട് നമ്മുടെ ഒരു ഭാഗവതാചാര്യൻ ഭഗവത്പദത്തെ പ്രാപിച്ചു. പാലേലി നാരായണ നമ്പൂതിരി. ബ്രഹ്മസമ്മടത്തിലെ വേദവിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എന്നേക്കാൾ വളരെ സീനിയറായിട്ടുള്ളൊരു ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ് അദ്ദേഹം. മണ്ണടിഞ്ഞു പോകുന്ന മണ്ണാങ്കട്ടയായിട്ടുള്ള ശരീരത്തിന്റെ നശ്വരാവസ്ഥ, ഉള്ളിലുള്ള ആത്മസ്വരൂപനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രേമഭാവങ്ങള്, ഇതെല്ലാം മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അവസാനം ഇത് സ്വന്തം ശരീരം അഗ്നിയിൽ ദഹിപ്പിക്കണ്ട, സംസ്കാരമെന്ന വൈദിക ക്രിയയുടെ ഉദ്ദേശം ഈ ശരീരത്തിലിരുന്ന മാനസിക അവസ്ഥയ്ക്ക് സംസ്കാരം വന്നിട്ടില്ല എങ്കിൽ, ഈ പഞ്ചഭൂതാത്മക ശരീരത്തിലിരുന്നു കൊണ്ട് ആ മനസ്സ് ശുദ്ധമായിട്ടില്ല എങ്കിൽ ആ ജീവനെ വീണ്ടും ശുദ്ധീകരിക്കാനുള്ളതായ ക്രിയയാണ് സംസ്കാരക്രിയ. അദ്ദേഹത്തിന് അങ്ങനെ സംസ്കാരത്തിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ മനസ്സ് കൃഷ്ണമയമായി തീർന്നു. ശ്രീ ഗുരുവായൂരപ്പന്റെ ഭൂലോക വൈകുണ്ഠത്തിലുള്ള ദേവസ്വം നടത്തുന്നതായ സപ്താഹം അഷ്ടമിരോഹിണി നാള് അവതാരം വരുന്ന ആ സപ്താഹം മുഴുവൻ പങ്കുകൊണ്ടിട്ടുള്ളതായ അദ്ദേഹത്തിന്റെ യാത്ര, ശരീരം ഉപേക്ഷിക്കാനുള്ളതായ യാത്ര, ആത്മസ്വരൂപനായി മാറാനുള്ളതായ യാത്ര, അദ്ദേഹം ലോകർക്ക് തന്നെ വലിയൊരു സന്ദേശം തന്നു. ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ. ഈ ശരീരം കൂടി മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരട്ടെ. മരണാനന്തരം നമ്മുടെ ശരീരം പട്ടടയിൽ വെച്ച് കത്തിച്ചു കളയാന്നല്ലാതെ കണ്ട് ഒരാൾക്ക് ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ചിന്തിച്ചിട്ടുള്ളവര് മുൻപുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്തരമൊരു ചിന്താഗതിയിലേക്ക് എത്തിച്ചേർന്ന പാലേലി പ്രൊഫസർ നാരായണ നമ്പൂതിരി അദ്ദേഹത്തിന്റെ ആ വിശാല ഭാവത്തിലേക്കുള്ളതായ പ്രയാണം ഭാഗവതമാർഗമായിരുന്നില്ലേ? അങ്ങനെ ഭാഗവതമാർഗത്തിൽ കൂടി സഞ്ചരിച്ചിരുന്നവരെല്ലാവരും അവസാനം എത്തിച്ചേർന്നത് അഖിലം ഞാനിതെന്ന വഴി എന്ന ഭാവത്തിലേക്കായിരുന്നു. അഖിലം ഞാനിതെന്ന വഴി എന്ന ഭാവത്തിലേക്ക് എത്തിച്ചേരാൻ അവർ സ്വീകരിച്ചതായ മാർഗം, ഞാനെന്ന ഭാവത്തെ ഉപേക്ഷിക്കാനുള്ളതായ മാർഗം. ഇത്തരത്തിൽ ഭഗവത് പദം പുകിയവരായവരുടെ ആത്മചൈതന്യമാണ് നമ്മളെ ഉത്ബുദ്ധരാക്കുന്നത്, പറയാനുള്ള ശക്തി തരണത്, കേൾക്കാനുള്ള ശക്തി തരണത്. അനേക ബൾബുകൾ ഇവിടെ പ്രകാശം ചൊരിയുന്നത് പോലെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിലുള്ള അത്തരം ചൈതന്യങ്ങൾ ഇവിടെയുണ്ട്. 27ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രം എന്ന് പറയുമ്പോൾ 26ഓളം കൊല്ലങ്ങൾക്ക് മുൻപുള്ളതായ ആ കാലഘട്ടം മുതൽ ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിച്ച് സ്വന്തം ശരീരം പോലും ബൾബ് പോലെ പ്രകാശിപ്പിച്ച രീതിയിലുള്ളതായ അവരുടെ ശരീരമിനി മണ്ണിൽ മണ്ണടിഞ്ഞു പോയതായാലും വേണ്ടില്ല, അഗ്നിയിൽ ദഹിച്ചതായാലും വേണ്ടില്ല, അഗ്നിയിൽ ദഹിക്കുന്ന ശരീരത്തിൽ നിന്ന് അഗ്നിയെ പോലെയുള്ളതായ തേജസ്സാണ് രൂപാന്തരപ്പെട്ടു വരുന്നത്. അപ്രകാരമുള്ള എത്രയോ തേജോമയന്മാരുടെ ഭാഗവത ചൈതന്യന്മാരുടെ അപാരമായൊരു ശക്തിയാണ് ഈ സങ്കേതത്തിലേക്ക് വരുമ്പോൾ നമുക്കിത്
കാണാനായിട്ട് സാധിക്കുന്നത്. ആചാര്യസ്വാമികൾ 1200ഓളം കൊല്ലങ്ങൾക്ക് മുൻപ് അവതരിച്ച് കാലടിയിൽ നിന്നുള്ള യാത്രക്കിടയില് മലകളായി കടന്നിരുന്നതായ ഇന്നത്തെ ചൊറ്റാനിക്കരയിൽ വന്നപ്പോൾ കണ്ടതായ ജ്യോതിസ്, അവിടെ ഒരു ജ്യോതിസ് കണ്ടതാണ് പിന്നീട് ആ ജ്യോതിസ് മൂകാംബികാ ദേവിയാണ് എന്നും ചൊറ്റാനിക്കര അമ്മയാണ് എന്നും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത് ക്ഷേത്രമായി രൂപാന്തരപ്പെട്ടത്. അങ്ങനെ ആചാര്യസ്വാമികൾ കാണുന്ന പോലെയുള്ള ഒരു തേജസ്സാണ് ഈ സദസ്സിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ പല പല സത്രങ്ങളിലുമുള്ളതായ ചൈതന്യം വർദ്ധിച്ച് 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 അത് ഓരോ സത്രങ്ങൾ കഴിയും തോറും അതിൻ്റെതായ വോൾട്ടേജ് ഇങ്ങനെ കൂട്ടുമ്പോൾ പ്രകാശം കൂടുന്നത് പോലെ ഓരോ സത്രങ്ങൾ കഴിയുമ്പോഴും അതിന്റെ ചൈതന്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ലോകം മുഴുവൻ ആ ചൈതന്യം പരന്നുകൊണ്ടേയിരിക്കും. നൈമിശാരണ്യത്തിൽ നിന്ന് ആരംഭിച്ചതായ ആ ചൈതന്യ പ്രവാഹം, ആ നാമജപ പ്രവാഹം, ആ ഭാഗവത സപ്താഹ സത്സംഗം, അത് അലയടിച്ച് ഭാരതത്തിലെ എല്ലാ കൂരിരുട്ടും അകറ്റാവുന്ന രീതിയിലുള്ളതായ ഒരു ചൈതന്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വളരെ വളരെ സമാധാനിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. വരും തലമുറകള് നേരെയാവുമെന്ന് വിശ്വസിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. അത്യന്താധുനിക ജീവിത സൗകര്യങ്ങളുമായി ജീവിക്കുന്നതായ നമ്മുടെ പേരക്കുട്ടികള് ഓടി നടക്കുന്നതിനിടയിൽ അവർക്ക് ഇവിടേക്ക് വരാൻ സാധിക്കണു, ഇത്തരം സത്സംഗത്തിലേക്ക് വരാൻ സാധിക്കണു. അവര് വഴിതെറ്റിപ്പോവില്ല, ആരും പരിഭ്രമിക്കേണ്ട കാര്യമില്ല. അവരെ വഴിതെറ്റിച്ചു കൊണ്ടുപോകാൻ ഭാഗവത സ്വരൂപനായ കൃഷ്ണൻ സമ്മതിക്കുകയില്ല. ദ്വാപരയുഗാവസാനം അത്തരത്തിൽ ഒരാളും വഴിതെറ്റി പോകരുതെന്ന് വിചാരിച്ച് അന്ന് കൃഷ്ണനായിട്ട് അവതരിച്ചതുപോലെ പിന്നീട് ഭഗവാൻ ആ ചൈതന്യത്തെ മറച്ചത് ശ്രീമദ് ഭാഗവതത്തിലേക്കാണ്. ഭാഗവത കൃഷ്ണനായി ഭഗവാൻ നമ്മുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പിന്നീട് അധപ്പതിക്കാൻ പറ്റില്ല, ചീത്തയാവാൻ പറ്റില്ല. നമ്മുടെ മനസ്സിനെ എത്ര കണ്ട് കൂരിരുട്ടിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോയാലും വെളിച്ചം കാണിച്ചു തരാൻ പിന്നാലെ ഭഗവാൻ വരാതെ കണ്ടിരിക്കില്ല. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രേമഭാവം. എല്ലാവരെയും ആ വിശ്വപ്രേമത്തിൽ കൂടി ഭഗവാൻ ഇത് ഇന്നും അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കണു. അങ്ങനെ എല്ലാവരെയും പ്രേമഭാവത്തിൽ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ സ്വീകരിച്ചതായ സ്വരൂപമാണ് ശ്രീകൃഷ്ണ വേഷം. 5000 കൊല്ലങ്ങൾക്ക് മുൻപ് മധുരയിലെ കല്ലറയില് ദേവകി വസുദേവ നന്ദനായി ശംഖചക്ര ഗദാപൽപധാരിയായിട്ട് അവതരിച്ച അവതാര സമയത്ത് മാത്രമായിരുന്നില്ല കൃഷ്ണനുണ്ടായിരുന്നത്. കൃഷ്ണൻ എപ്പോഴുമുണ്ട്, കൃഷ്ണൻ എല്ലായിടത്തുമുണ്ട്. എല്ലായിടത്തുമുള്ള കൃഷ്ണനെ ഓരോ പരമാണുക്കളിൽ നമുക്ക് കാണാൻ സാധിക്കും. മണുർ ബൃഹൽ കൃഷസ്ഥൂലോ ഗുണഭർ നിർഗുണോ മഹാൻ എന്ന രീതിയിൽ കാണാൻ ഭീഷ്മർക്ക് സാധിച്ചു. ആ കൃഷ്ണനെ എല്ലായിടത്തും ഉണ്ട് എന്നത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന പരമാചാര്യനാണ് മാർക്കണ്ഡേയ മഹർഷി. ആ മാർക്കണ്ഡേയ മഹർഷിയുടെ കഥയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. മാർക്കണ്ഡേയ മഹർഷിയുടെ ഹൃദയത്തിലാണ് ഇനി നമ്മൾ ആലിലകൃഷ്ണനായ ആ ഭഗവാനെ ദർശിക്കാൻ പോകുന്നത്. ആ കൃഷ്ണൻ എവിടെയാണ്? ഈ മായാ പിശാചു ബാധിച്ചതായ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമായിട്ട് ആ മാർക്കണ്ഡേയൻ ആ ഉണ്ണിയെ കാണുന്നു. ആ ഉണ്ണിയെ മാർക്കണ്ഡേയൻ കാണുന്ന കാഴ്ച എന്ന കഥയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പരീക്ഷിത്ത് ശ്രീ ശുകാചാര്യം വന്നപ്പോൾ അലംഗായത വിഷ്ണുഗാഥാഹ എന്ന് പറഞ്ഞതനുസരിച്ച് ആ ശ്രീകൃഷ്ണ കഥകള് ആദ്യം മുതലേ തുടങ്ങി. കൃഷ്ണാവതാരം 4-ാം ദിവസമാണല്ലോ, വായന തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ നിലയ്ക്ക് പലരും സപ്താഹങ്ങളിലായാലും സത്രങ്ങളിലായാലും കൃഷ്ണാവതാരമൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ ചെല്ലാം. എന്നാ കൃഷ്ണാവതാരം ആകുമ്പോഴേക്കും ചെല്ലണം എന്ന് മോഹിക്കുന്നുണ്ടെങ്കിൽ, സപ്താഹം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം മാഹാത്മ്യത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ശ്രീകൃഷ്ണായ വയം നുമ എന്ന് പറഞ്ഞുകൊണ്ടാണ് സച്ചിദ് ആനന്ദരൂപായ വിശ്വോൽപത്തി ആദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ എന്ന് ശ്രീകൃഷ്ണനെ നമസ്കരിച്ചുകൊണ്ടാണ് ഭാഗവതം തുടങ്ങുന്നത് തന്നെ. സൂതശൗനക സംവാദത്തിൽ തന്നെ മറ്റു അവതാരങ്ങൾ പറയുന്ന കൂട്ടത്തിൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാരംഭിച്ചു. കുന്തിദേവിയുടെ സ്തുതിയില് കൃഷ്ണായ വാസുദേവായ എത്രയെത്ര ശ്രീകൃഷ്ണ കൃഷ്ണസഖ വൃഷഭാവനിധൃക്. ഭാഗവത ആദ്യം മുതൽ അവസാനം വരെയുള്ള വരികളിലെ കൃഷ്ണ പദങ്ങൾ മാത്രമായിട്ടൊന്ന് തെരഞ്ഞെടുക്കണമെന്ന് ഇപ്പൊ തോന്നുകയാണ് എനിക്ക്. നാരായണീയത്തിലെ ഗുരുപവനപുര പദേ പവനപുരേശ വാതാലയേശ
എന്നിങ്ങനെയുള്ളതായ 10-60 തിരുനാമങ്ങൾ വേർതിരിച്ച് സ്വാമിജി ഗുരുവായൂരപ്പദാസ സ്വാമികൾ ഒരു നാമാവലിയായിട്ട് ഇറക്കുണ്ടായിട്ടുണ്ട്. അപ്രകാരം കൃഷ്ണപദങ്ങൾ ഭാഗവതത്തിൽ എവിടെ ആവർത്തിച്ചു വരണോ എന്നതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സഹസ്രനാമത്തിനേക്കാൾ കൂടുതൽ ഉണ്ടാവുമെന്നാണ് എന്റെ സംശയം. അത്തരത്തിൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ് ഭാഗവതകാരനായ വേദവ്യാസൻ സ്ഥാപിക്കണത്. വാസുദേവ അനുചിന്തയ എന്നിവിടെ ബ്രഹ്മോപദേശത്തിലും ആ ബ്രഹ്മാനന്ദത്തിൻ്റെതായ ലളിതമാർഗം ബുദ്ധിയ അനുമാന ഗർഭിണ്യ വാസുദേവ അനുചിന്തയ, നമ്മുടെ ചിന്തകളിൽ ആ വാസുദേവനെ, കൃഷ്ണനെ, ദാമോദരനെ, മുരളീധരനെ, വേണുഗോപാലകൃഷ്ണനെ, രാധാരമണനെ, എത്രയെത്ര തിരുനാമങ്ങൾ, ആ നാമങ്ങളിൽ കൂടി നാമിയായ ഭഗവാനെ ഉള്ളിലേക്ക് ആവാഹിക്കലാണ് ബ്രഹ്മാനന്ദം. അത്തരത്തിലുള്ളൊരു ബ്രഹ്മാനന്ദത്തിലാണ് പരിശുദ്ധ മഹാരാജാവ് ലയിച്ചത്. അത്തരമൊരു ബ്രഹ്മാനന്ദത്തിൽ ലയിച്ചതായ മാർക്കണ്ഡേയന്റെ കഥയാണ് അടുത്ത കഥാഭാഗം. ബ്രഹ്മോപദേശാദികളും കൂടി കേട്ട അവസരത്തിൽ ഉപസംഹാരത്തിലേക്ക് ശ്രീ സൂതാചാര്യൻ കടന്ന അവസരത്തിൽ എല്ലാം ഉപസംഹരിക്കുകയോ. കഥകൾ കേട്ടിട്ട് ഞങ്ങൾക്ക് മതിയാവണില്ല. ശൗനകാദി മഹർഷിമാർ ഇവിടെ വന്നിരുന്ന ആദ്യം തന്നെ സൂതനോട് ഞങ്ങൾക്ക് കാര്യമൊന്നും പറഞ്ഞാൽ അത്ര മനസ്സിലാവണവരല്ല, ബുദ്ധി വളരെ കുറവാണ്. ആയുസ്സാണെച്ചാൽ അതിലേറെ കുറവ്, ആരോഗ്യമാണെച്ചാൽ അതിലേറെ കുറവ്. മന്ദ സുമന്ദമതയ മന്ദഭാഗ്യ ശുഭദ്രുതാഹ ഭൂരീണി ഭൂരികർമാണി. അങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങിയാലേ ഒന്നും മനസ്സിലാവില്ല, വെറുതെ സമയം പോവുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാവാത്തവരാണ്, ഞങ്ങളുടെ മനസ്സ് തമോഗുണ രജോഗുണമയമായവരാണ്, അത്രയൊന്നും സാത്വികതയിലേക്ക് ഞങ്ങൾ ഉയർന്നു വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളെ സാത്വിക ഭാവത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാവുന്ന രീതിയിലുള്ള ഭഗവത് കഥകള് പറഞ്ഞു തരണേ. ഇതാണ് ശൗനക പ്രശ്നം ഭാഗവതത്തിലെ ആദ്യത്തെ അധ്യായം. സൂതൻ അത്തരത്തിൽ ഭഗവത് കഥകളുടെ പ്രാധാന്യം, അനേക കാലത്തെ തീർത്ഥാടന ക്ഷേത്രാടനാദികളാകുന്ന ഉപാസനകളിൽ കൂടി മനഃശുദ്ധി വരുമ്പോളെ എതിർച്ഛയാമൽ കഥാദൗ എന്ന് ഉദ്ധവോപദേശത്തിൽ ഭഗവാൻ ഉദ്ധവനോട് പറയണു. മറ്റു പലതിലും ശ്രദ്ധിക്കാൻ സാധിക്കാം, മറ്റു പല കഥകളും ആസ്വദിക്കാൻ സാധിക്കാം. ആസ്വാദകർ കൂടുതൽ ഉണ്ടാവേണ്ട ആഴ്ചയില് പുതിയ പുതിയ കഥകൾ ഇറങ്ങേണ്ടതായിട്ട് വരുന്നു. എന്നാൽ ഭഗവാന്റെ കഥകളിലേക്കുള്ളതായ അഭിരുചി എതിർച്ഛയ ഉണ്ടാവണമെങ്കിൽ സത്വശുദ്ധി തന്നെ വരണം. സത്വശുദ്ധി വന്നവര് കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കണമെന്നുള്ളതാണ് ഈ വക സത്രങ്ങളിലെ തിരക്കിന് കാരണം. സാത്വിക് ആധ്യാത്മികി ശ്രദ്ധ, ആധ്യാത്മിക ശ്രദ്ധയാണ് സാത്വികത കൊണ്ട് സംഭവിക്കുന്നത്. അപ്പൊ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നവരായിട്ട് നമ്മളിത് വളർന്നുകൊണ്ടേയിരിക്കണു. ആ തരത്തിലുള്ളതായ ഒരു ആത്മീയമായ ശ്രദ്ധ, ആധ്യാത്മികമായ ശ്രദ്ധ, ആത്മാവിനെ കുറിച്ച് അറിയണമെന്നുള്ളതായ ആഗ്രഹം അതുണ്ടാവാറാവാൻ എന്ത് വേണം? നമ്മളുടെ കർമ്മയോഗം വേണ്ട പോലെ പാസ്സാവണം. കർമ്മയോഗത്തിൽ പാസ്സായവരാണ് ഭക്തിയോഗത്തിന്റെ സത്രത്തിലേക്ക് വന്ന് സീറ്റ് കിട്ടിയവര്. കർമ്മയോഗത്തിൽ പാസ്സാവാത്തവർക്ക് ഇവിടെ സീറ്റ് കിട്ടില്ല. ഇനി സീറ്റ് കിട്ടിയാൽ തന്നെ മുഴുവൻ 7 ദിവസം അറ്റൻഡൻസ് കിട്ടിയെന്ന് വരില്ല. ഏതായാലും ഇവിടേക്കൊരു സീറ്റ് കിട്ടാറാവണച്ചാൽ തന്നെ കർമ്മയോഗത്തിൻ്റെതായ കോഴ്സ് പാസ്സാവണം. കർമ്മയോഗത്തിൻ്റെതായ കോഴ്സ് പാസ്സായിട്ട് ആരാണോ മനഃശുദ്ധിയുള്ളവരായിട്ട് മാറുന്നത് അവരാണ് സാത്വിക് ആധ്യാത്മികി ശ്രദ്ധ, ഈ ആത്മീയ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇങ്ങോട്ട് ഓടി വരുന്നത്. അപ്പൊ പാസ്സാവാത്തവരുടെ കാര്യമോ, രജോഗുണ സ്വഭാവത്തോടുകൂടിയവരുടെ കാര്യമോ, രജോധികാഹ കർമ്മപരാഹ ദുഃഖേജ സുഖമാനിന. മനുഷ്യനെ ബ്രഹ്മാവ് സൃഷ്ടിക്കുമ്പോൾ രജോഗുണം കുറിച്ച് അധികം കൂട്ടിച്ചേർത്തു. കർമ്മം ചെയ്യട്ടെ, കർമ്മയോഗികളായി മാറട്ടെ, മനഃശുദ്ധിയുള്ളവരായി തീരട്ടെ എന്ന ഉദ്ദേശത്തോടുകൂടി മനുഷ്യനിൽ രജോഗുണം കുറിച്ച് കൂട്ടിച്ചേർത്തു. അപ്പൊ മനുഷ്യൻ എപ്പോഴും കർമ്മനിരതരായിക്കൊണ്ടേയിരുന്നു. നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുക എന്നത് നിരന്തരം കർമ്മം ചെയ്യിപ്പിക്കാനല്ല, കർമ്മത്തിൻ്റെതായ കണക്ഷനിൽ നിന്ന്, കർമ്മത്തിൻ്റെതായ മുതലപ്പിടുത്തത്തിൽ നിന്ന് കർമ്മഗ്രാഹ വിധീതാംഗം മാമുദ്ധര എന്ന രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംസാര സാഗരത്തിന്റെ മറുകരയ്ക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്രകാരം കർമ്മയോഗികളായി നമ്മൾ മാറുമ്പോൾ എന്താ കർമ്മയോഗം? ഭഗവത്ഗീത 18 അധ്യായത്തിന്റെ വ്യാഖ്യാനങ്ങൾ മുഴുവൻ പഠിച്ചത് ഒരു വരിയിൽ നമുക്ക് ഒതുക്കാം. യോഗ കർമ്മസു കൗശലം. നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം കർമ്മം, അത് നമുക്ക് 100% ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് കർമ്മയോഗം. ഈ സത്രവേദിയിലുള്ള ഓരോ പ്രവർത്തകരും അവരവരുടേതായ പ്രവൃത്തികൾ
100% ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ അതാണ് കർമ്മയോഗം. അത്തരത്തിലുള്ള കർമ്മയോഗം വിജയിക്കണു ഇത്തരം സത്സംഗത്തിൽ, സപ്താഹയജ്ഞവേദികളില്. മറ്റേ കർമ്മങ്ങളൊക്കെ തന്നെ നമ്മൾ കർമ്മം ചെയ്യാൻ പുറപ്പെടുമ്പോ തന്നെ അതിന്റെ ഫലത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ്, എന്താണ് അതുകൊണ്ട് കിട്ടാൻ പോകുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടാണ്. ഇവിടെ കിട്ടാൻ പോകുന്നത് താപത്രയോന്മൂലനമാണ് എന്ന അനുഭവം വരുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ഈ ഭക്തി മാർഗത്തിലേക്ക് എത്തിച്ചേരണു. കർമ്മയോഗാദികൾ വേണ്ട പോലെ അനുഷ്ഠിച്ച് രജോ ഗുണഭാവത്തോടുകൂടിയ മനസ്സിന്റെ കർമ്മവാസനകൾ കുറഞ്ഞു വന്നതുകൊണ്ടാണ് സാത്വിക ആധ്യാത്മിക ശ്രദ്ധ എന്ന് ഭഗവാൻ പറഞ്ഞതുപോലെയുള്ളതായ ആത്മീയ കാര്യങ്ങളിലേക്കുള്ളതായ ശ്രദ്ധ നമുക്ക് ഉണ്ടായിത്തീർന്നത് കൊണ്ടാണ് ഇത്തരം സത്സംഗങ്ങൾ, സത്രങ്ങൾ വിജയിക്കുന്നത്. അപ്പൊ തമസോമ ജ്യോതിർഗമയ എന്ന് വിവേകാനന്ദ സ്വാമികൾ 100 കൊല്ലം മുമ്പ് പറഞ്ഞു എങ്കിൽ നമ്മൾ ആ ജ്യോതിസിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. അത്തരം ആചാര്യന്മാരുടെ, വിവേകാനന്ദ സ്വാമികളെ പോലെയുള്ള യതിവര്യന്മാരുടെ കഠിനമായ തപസ്സിന്റെ ഫലമായിട്ട് നമ്മൾ ഇന്ന് ആത്മീയമായിട്ട് വളരെ വളരെ പുരോഗമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആദ്യമായിട്ട് നമുക്ക് ഉണ്ടാവേണ്ട ഒരു സന്തോഷം, സംതൃപ്തി, നമ്മൾ വളരെ നല്ല കാലത്താണ് ജീവിക്കുന്നത്. നമ്മൾ സാധാരണ ധരിക്കാറുള്ളത് അങ്ങനെയല്ല, ഇങ്ങനൊരു കഷ്ടകാലത്ത് വന്നു കൂടിയല്ലോ നമ്മൾ. അല്ല, മാറി ചിന്തിക്കൂ. നമ്മൾ വളരെ നല്ല കാലത്താണ് ജീവിക്കുന്നത്. ഈശ്വരനെ ആശ്രയിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു കാലത്താണ് ജീവിക്കുന്നത്. ദോഷങ്ങൾ ഇവിടെ പലതും ഉണ്ടാവാം. കലേർ ദോഷനിധേരാജൻ അസ്തിഹ്യേകോ മഹാൻ ഗുണ. ദോഷങ്ങളെല്ലാം ഇല്ലാണ്ടാക്കി തീർക്കാനുള്ളതായ മഹത്തായ ഗുണം എന്താണ്? കീർത്തനാദേവ കൃഷ്ണസ്യ. ശ്രീകൃഷ്ണ കീർത്തനം. അതിനെന്താണ് കുറവ്? ശ്രീകൃഷ്ണ കീർത്തനത്തിനുള്ളതായ സന്ദർഭങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കൃഷ്ണനെ കുറിച്ച് അറിയാത്തവർ ഇന്ന് ആരുണ്ട്? കൃഷ്ണകഥകളാകുന്ന സീരിയലുകള് ഏതെല്ലാം തരത്തിലിറങ്ങി. മഹാഭാരതത്തിനു ശേഷം കൃഷ്ണകഥകള് കൃഷ്ണകൃപാസാഗരമായിട്ടും ശ്രീ ഗുരുവായൂരപ്പനായിട്ടും എത്രയെത്ര തരത്തിൽ നമ്മുടെ മുമ്പിലേക്ക് കൃഷ്ണ കഥാപാത്രത്തെ ഓരോരുത്തർക്കും ദൃശ്യമാധ്യമങ്ങളിൽ കൂടി മനസ്സിലാവാൻ തക്കവണ്ണം ലോകത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട്, വഴിതെറ്റിപ്പോകുന്നതായ യുവതലമുറയുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവര് കാണട്ടെ എന്ന രീതിയിൽ അത്തരത്തിലുള്ളതായ ചിത്രീകരണങ്ങൾ ഇന്ന് എത്ര ധാരാളമുണ്ട്. എന്തുകൊണ്ടത് വർദ്ധിച്ചു വരണു? അതിനുള്ള മാർക്കറ്റ് ഉണ്ടാവുകൊണ്ട് തന്നെ, അത് കാണാനുള്ളതായ ആൾക്കാരുണ്ടാവുകൊണ്ട് തന്നെ. അത് കാണാനുള്ള ആൾക്കാരെ വളർത്തിയെടുത്തതാരാണ്? അത്തരത്തിലൊരു സീരിയൽ പരമ്പരകൾ പോലും ആത്മീയമായി മാറ്റാനുണ്ടായതായ തപസ് ചെയ്തവരാരാണ്? ഭാഗവതാചാര്യന്മാരാണ്, ഗുരുവായൂരപ്പദാസന്മാരാണ്, തിരുനാമാചാര്യന്മാരാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗുരുവായൂരപ്പനെ വന്ന് ആശ്രയിച്ചവരായ വാഴകുന്നം തുടങ്ങിയവരാണ്. 1200ഓളം കൊല്ലം മുമ്പ് തന്നെ അവതരിച്ച ആദിശങ്കരാചാര്യസ്വാമികളും ആ വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ ഗുരുവായൂരപ്പന്റെ പൂജാതി കാര്യങ്ങളെ ചിട്ടപ്പെടുത്തി വെച്ചു. സത്സംഗങ്ങൾക്ക് അവിടെ പ്രാധാന്യം കൊടുത്തു. അപ്രകാരം തലമുറകളായി, നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളുമായിട്ട് ഇവിടെ നാമം ജപിച്ച് നടക്കുന്നവരായ ഭാഗവത ഉപാസകരായ അവരുടെ വിശാലമായ വീക്ഷണത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള സത്രങ്ങളുടെ, സത്സംഗങ്ങളുടെ വിജയം. ആത്മീയമായ ഈ പുരോഗതിക്ക് നേതൃത്വം വഹിച്ചവരായ അനേകാചാര്യന്മാരുണ്ട്. ഭൗതികമായ ഈ പുരോഗതിക്ക് നേതൃത്വം വഹിച്ചവരായ അനേകാചാര്യന്മാരുണ്ട്. ഈ മൈക്കിൽ കൂടി ഞാൻ പറയുന്ന ശബ്ദം ഇവിടെ വന്നിരിക്കുന്നവർക്ക് മാത്രമല്ല, ദൂരെ മറ്റു പല പ്രവൃത്തികളിൽപ്പെട്ടവർക്ക് പോലും കേൾക്കാവുന്നതായ ഈ ടെക്നോളജി, എവിടെ ഇരുന്നാലും പുസ്തകം നോക്കുമ്പോൾ കാണാവുന്ന രീതിയിലുള്ളതായ ലൈറ്റ് അറേഞ്ച്മെന്റുകള്, 26 സത്രങ്ങൾ കഴിഞ്ഞ് 27ാമത്തെ സത്രമാകുമ്പോഴേക്കും ഇത് മാറി മാറി വന്നതായ ഈ ഒരു വളരെ രസകരമായ കലാപരമായ യജ്ഞവേദി, മണ്ഡപം, ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നതായ അനേക വൈദ്യുത ഉപകരണങ്ങള്, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങള്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഉപകരണങ്ങള്, ഈ സൗകര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചവരും ആചാര്യന്മാർ തന്നെയാണ്. അവർ ശാസ്ത്രത്തിന്റേതായ പുതിയ പുതിയ മാർഗങ്ങളിൽ കൂടി അന്വേഷണം തുറന്നത് ചന്ദ്രനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രയത്നഫലമായിട്ടുള്ളതായ സൗകര്യങ്ങളും നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് ശാസ്ത്രീയ പുരോഗതിയിൽ കൂടി തന്നവരായ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാര്, എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ മൊബൈല് കൊണ്ടു നടക്കാവുന്ന രീതിയിലുള്ളതായ ആ ടെക്നോളജി എല്ലാം തന്നെ നമുക്ക് തീർച്ചയായിട്ടും നല്ലതിന്. അപ്പൊ ഈ കാലഘട്ടം നല്ല കാലഘട്ടമല്ലേ? കലിയുഗാണെന്ന് പറഞ്ഞിട്ട് എന്തിനാ പരിഭ്രമിക്കണത്?
കലിയുഗമായ ഈ കാലഘട്ടം ഏറ്റവും നല്ല കാലഘട്ടമാണ്. എങ്ങനെയാകുമ്പോ ആത്മീയതയിലേക്ക് നമ്മൾ തിരിയുമ്പോൾ, ആത്മീയതയിലേക്കുള്ള വഴിത്തിരിവ് ഉണ്ടാവണില്ല എങ്കിൽ ഈ കാലഘട്ടം വളരെ മോശം തന്നെയാണ്. ആത്മീയമായിട്ടൊരു വഴിത്തിരിവ് ഉണ്ടായാൽ ഈ കാലഘട്ടമാണ്, ഈ കലിയുഗ കാലഘട്ടമാണ് ഏറ്റവും നല്ല കാലഘട്ടം. അതാണ് കലിയിൽ പിറക്കാൻ കൃതാദി യുഗങ്ങളിലുള്ളവർ പോലും പ്രാർത്ഥിക്കാൻ കാരണം. സ്വർഗാദി ലോകങ്ങളിലുള്ള സ്വർഗീയ സുഖങ്ങൾ പോലും അനുഭവിക്കുന്നവർ കലിയുഗത്തിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ജന്മം തരണയെന്ന് പ്രാർത്ഥിക്കാൻ കാരണം. നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ സ്പീഡ് കൂട്ടാം, അധപ്പതിച്ച് നരകക്കുണ്ടിൽ പതിക്കാനും സ്പീഡ് കൂട്ടാം. ഏത് വേണമെന്ന് സ്വയം നമ്മൾ തീരുമാനിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിനുള്ള ബുദ്ധി ഓരോരുത്തർക്കും പ്രത്യേകം തന്നിട്ടുണ്ട്. മനഃശക്തി ഓരോരുത്തർക്കും പ്രത്യേകം തന്നിട്ടുണ്ട്. നമ്മൾ സ്വയം അത്തരത്തിലുള്ളൊരു മാറ്റത്തിന് വിധേയരാവണം. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തിയെടുക്കണം. ആ പാകപ്പെടുത്തിയെടുക്കാനുള്ളതായ മാർഗത്തെയാണ് ഇവിടെ കർമ്മയോഗം എന്ന് പറയുന്നത്. കർമ്മയോഗം എല്ലാ കർമ്മങ്ങളും ഭഗവാനോട് യോജിപ്പിക്കുന്നതായ ഒരു യോഗം. അങ്ങനെ ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ടാണോ ദിവസം ആരംഭിക്കുന്നത്? അല്ല, വിളിച്ചാവുമ്പണി ഇട്ടപ്പോ ഞാൻ മറന്നു കേട്ടോ, കിടക്കാറാവുമ്പോഴോ ഓർമ്മ വന്നത്. അല്ല, വിളിച്ചാവുമ്പണി ഇട്ടിട്ട് ആദ്യത്തെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിലാണ് കയറേണ്ട ഒരു തിരക്ക് കാരണമായി ഭഗവാനെ എന്ന് വിളിക്കാനൊന്നും മറന്നുപോയി കേട്ടോ. ഞാൻ കിടക്കുന്ന സമയത്താണ് കേട്ടോ അവിടുത്തെ വിളിക്കുന്നത്. മതി, ആ കിടക്കുന്ന സമയത്തുള്ള വിളിയായാലും വേണ്ടില്ല, വിളിച്ചാവുമ്പോ നീക്കുമ്പോഴത്തെ വിളിയായാലും വേണ്ടില്ല. മൊബൈൽ ഫോണിലെ ഞാൻ മിസ്ഡ് കോൾ ഉണ്ടായിരുന്നല്ലോ, സമയം നോക്കി അറിയണത് പോലെ ഗുരുവായൂരപ്പന്റെ അവിടെ അത്തരത്തിലുള്ളതായ സംവിധാനങ്ങളുണ്ട്. ഇന്ന് വിളിച്ചായിരുന്നല്ലോ അദ്ദേഹം എന്ന് ഭഗവാൻ അറിയാം. ആ വിളി എപ്പോഴാണ് തിരിച്ചു വിളിക്കേണ്ടത് എന്ന് ഭഗവാൻ അറിയാം. തിരിച്ചു വിളിക്കേണ്ട സമയത്ത്, നമ്മളെ രക്ഷിക്കേണ്ട സമയത്ത്, നമ്മൾ വീഴാൻ പോകുന്ന സമയത്ത്, ആപത്തിൽപ്പെടുന്ന അവസരത്തിൽ, മായയിൽപ്പെടുന്ന അവസരത്തിൽ നമ്മളെ വീണ്ടും കൈപിടിക്കാൻ ഭഗവാൻ ഓടിയെത്തും. അങ്ങനെ ഒരു ഓടിയെത്തലാണ് മാർക്കണ്ഡേയന്റെ അടുത്തേക്ക് ഇതാ ഭഗവാന്റെ വരവ്. കർമ്മയോഗത്തിൻ്റെതായ കോഴ്സ് പാസ്സാകുമ്പോൾ, മനഃശുദ്ധി വരുമ്പോൾ, ആ മാനസികമായ സാത്വികമായ ശുദ്ധിയുടെ പരിണത ഫലമായിട്ടുണ്ടാകുന്ന ആത്മീയ ശ്രദ്ധയിൽ കൂടി നമുക്ക് ഭക്തിമാർഗത്തിലേക്ക് കടന്നു വരാൻ സാധിക്കണു. ഈ ഭക്തിമാർഗത്തിൽ എത്തിച്ചേർന്നാൽ രക്ഷപ്പെട്ടു. ശ്രേയോമാർഗേഷു ഭക്താവധിക ബഹുമതി ജന്മകർമാണി ഭൂയോ ഗായൻ എന്ന് മൽപ്പത്തൂര ശ്രേയോമാർഗങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഭക്തിയാണ് എന്നുള്ള വിശ്വാസം ഉറച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒന്നേ വേണ്ടൂ, ജന്മകർമാണി ഭൂയോ ഗായൻ, ഭഗവാന്റെ അവതാരാദി കഥകളെ കുറിച്ച് കേൾക്കുക, കീർത്തിക്കുക, ചിന്തിക്കുക എന്നല്ലാതെ കൊണ്ട് മറ്റൊന്നിലും താല്പര്യമില്ലാണ്ടായി തീരണു. അത്തരത്തിലുള്ള ലളിത ത്വൽപ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. വളരെ വളരെ രസകരമായിട്ട് അവർക്ക് പ്രേമാത്മക ഭക്തിമാർഗത്തിൽ കൂടിയിട്ട് ആ ശ്രേയസ്, പരമമായ ശ്രേയസ് നേടാനായിട്ടും സാധിക്കണു. അങ്ങനെ ഒരു ഭക്തിമാർഗത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുന്ന പരമാനന്ദം നിർവികൽപ്പ സമാധിയിൽ പോലും ഇല്ലാത്തത് കൊണ്ടായിരിക്കണ്ടേ ശ്രീശുക മഹർഷി ആ നിർവികൽപ്പ സമാധി ഉപേക്ഷിച്ചുകൊണ്ട് അച്ഛന്റെ അടുത്ത് വന്ന് ആ കൃഷ്ണന്റെ കഥ എന്നെ പഠിപ്പിക്കുന്നു പറയാൻ കാരണം, ഇവിടെ അവസാനമായിട്ടത് മാർക്കണ്ഡേയന്റെ കഥയിലും 6 മന്വന്തരങ്ങളായിട്ട് അദ്ദേഹം ധ്യാനിച്ചിരുന്നത് പരബ്രഹ്മത്തെയായിരുന്നു. 6 മന്വന്തരങ്ങളായിട്ട് അദ്ദേഹം ധ്യാനിച്ചുകൊണ്ടിരുന്നത് പരമാത്മ ചൈതന്യത്തെയായിരുന്നു. ഇപ്പോൾ ഇത് നരനാരായണന്മാർ വന്ന് അനുഗ്രഹിച്ചു പോയതിനു ശേഷം പിന്നീടുള്ള ധ്യാനം മാറി. ഇപ്പൊ പരമാത്മധ്യാനമല്ല, ഇപ്പൊ പരബ്രഹ്മധ്യാനമല്ല, ഇപ്പൊ ധ്യാനിക്കണത് ആലിലകൃഷ്ണനെയാണ്. ആ ആലിലകൃഷ്ണൻ തന്നെയാണ് പരമാത്മാവ്, ആ ആലിലകൃഷ്ണൻ തന്നെയാണ് പരബ്രഹ്മം. പരബ്രഹ്മമായിട്ട് ധ്യാനിക്കണതിനേക്കാൾ, പരമാത്മാവായിട്ട് ധ്യാനിക്കണതിനേക്കാൾ എന്തൊരു കൗതുകം! ആ കണ്ണുകൾ കണ്ടില്ലേ, ആ ചുണ്ടുകൾ കണ്ടില്ലേ, ആ പുഞ്ചിരി കണ്ടില്ലേ, ആ മനോഹരമായ പാദാരബിന്ദങ്ങൾ കണ്ടില്ലേ, ആ പാദാരബിന്ദങ്ങളെ തൃക്കൈകളെ കൊണ്ട് ചുണ്ടിലേക്ക് ഭഗവാൻ തന്നെ ഇത് കൊണ്ടുവരുന്നത് കാണാനില്ലേ? എല്ലാവർക്കും ഇതാണ് ആശ്രയം, ഈ പാദങ്ങളാണ് ആശ്രയം. ആശ്രയം എന്ന ലക്ഷ്യമാണ് 12ാം സ്കന്ധത്തിൽ മുക്തി എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഏകാദശ സ്കന്ധത്തിലെ ഉപദേശാദികൾക്ക് ശേഷം ആശ്രയം എന്ന ലക്ഷ്യത്തെയാണ് 12ാം സ്കന്ധത്തിൽ വിശദീകരിക്കുന്നത്. ആ ആശ്രയം പരബ്രഹ്മമാണ് എന്നത് ബ്രഹ്മോപദേശത്തിൽ കൂടി സ്ഥാപിച്ചു. ആ പരബ്രഹ്മം തന്നെയാണ് ആലിലകൃഷ്ണനായ മാർക്കണ്ഡേയൻ അന്തർഹൃദയത്തിൽ കണ്ടതായ ആ ദിവ്യ ചൈതന്യം.
ബ്രഹ്മസൂത്രാദികളിൽ കൂടിയോ പരമാത്മതത്വാദികളിൽ കൂടിയോ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ ആ ബ്രഹ്മതത്വം ബോധ്യപ്പെടുത്താൻ സാധിക്കേണ്ട വന്നപ്പോൾ വേദവ്യാസ മഹർഷിക്ക് നാരദ മഹർഷിയുടെ ഉപദേശം അനുസരിച്ച് കിട്ടിയതായ ആശയമാണ് ആ ബ്രഹ്മമാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ, ആ പരമാത്മാവാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നവമസ്കന്ധത്തിന്റെ അവസാനം പരമാത്മാ നരാകൃതി അവതരിച്ച് രാമകൃഷ്ണന്മാരായിട്ട് നാട്യം നടിക്കാൻ പോകുന്ന ആളാരാണ് എന്ന് എപ്പോഴും ഓർമ്മ ഉണ്ടാവണം കേട്ടോ. പരമാത്മാ ആദ്യം തന്നെ ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. ഇവിടെ ഭഗവാൻ ഭഗവാൻ എന്ന രീതിയിൽ കൃഷ്ണനെ അവതരിപ്പിക്കുമ്പോൾ, രാമനെ അവതരിപ്പിക്കുമ്പോൾ, ദേവിയെ അവതരിപ്പിക്കുമ്പോൾ, അനേക ദേവീദേവ സ്വരൂപങ്ങളെ ഞാനിവിടെ വിശദീകരിക്കുമ്പോൾ ബ്രഹ്മേതി ബ്രഹ്മമാണ് എന്ന് ഓർമ്മ ഉണ്ടാവണേ, പരമാത്മേതി പരമാത്മാവാണെന്നുള്ള കാര്യത്തിനൊരു മറവി വരരുതേ. അങ്ങനെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കൃഷ്ണകഥകളൊക്കെ കേട്ട് 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 എല്ലാം ബ്രഹ്മമാണ് എന്ന ഭാവത്തിൽ ആ ബ്രഹ്മത്തെ കൃഷ്ണസ്വരൂപേണ ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ടത് വാസുദേവ അനുചിന്തയ, വാസുദേവ ചിന്തകളിൽ മുഴുകിക്കൊണ്ട് പരീക്ഷിത്ത് മുക്തി പ്രാപിച്ചതുപോലെ 6 മന്വന്തരങ്ങളായി സമാധിയിലിരിക്കുന്ന ശ്രീ മാർക്കണ്ഡേയൻ 12-ാം വയസ്സില് നാട് വിട്ടുപോയ ആളാണ്. സത്യത്തിൽ അദ്ദേഹത്തിന് ഈ ലോകം തന്നെ വിട്ടുപോകേണ്ട ഒരു ജാതക വിധിയായിരുന്നു. ആ ജാതകം അച്ഛനമ്മമാർക്ക് ഈ ഉണ്ണി ജനിക്കുന്നതിന് മുൻപ് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരുന്നു. മൃഗണ്ടു മഹർഷി പത്നി സമേതനായി തൃപ്രങ്കോട്ടപ്പനെ ചെന്ന് സേവിച്ച് ഉണ്ണിയുണ്ടാവാൻ പ്രാർത്ഥിച്ചപ്പോൾ ചോദിച്ചു, ദീർഘായുഷ്മാനായിട്ടുള്ളൊരു മരമണ്ടനായിട്ടുള്ള മകൻ വേണോ, അല്പായുസ്സായിട്ടുള്ളൊരു ബുദ്ധിമാനായിട്ടുള്ള മകൻ വേണോ? ആ ദമ്പതിമാർ പ്രാർത്ഥിച്ചത് മരമണ്ടനായിട്ടൊരു 100 കൊല്ലം പിന്നാലെ നടക്കേണ്ടി വന്നാലത്തെ കാര്യം, അങ്ങനെ ഒരു മന്ദബുദ്ധിയേക്കാൾ കുറച്ച് ആയുസ് കുറഞ്ഞാലും വേണ്ടില്ല, ഒരു സൽസന്തതി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു. 12-ാം വയസ്സ് വരെ ആയുസുള്ളൂ എന്ന അമ്മയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ 12-ാം വയസ്സിലെ അമ്മ ഉണ്ണിക്ക് ഉണ്ണാനിരിക്കുമ്പോൾ ആ കഴിക്കുന്ന ഭക്ഷണം അമൃതാക്കാൻ വേണ്ടിയിട്ടുള്ള അമൃതോപസ്തരണമസി എന്നുള്ള നിലയ്ക്ക് വെള്ളം കൊടുക്കുന്ന അവസരത്തിൽ അമ്മയുടെ കണ്ണുനീര് കൂടിയ വെള്ളത്തിൽ കൂടി വീണത് കണ്ടപ്പോൾ ഉണ്ണി മാർക്കണ്ഡേയന് മേൽപ്പെട്ട് നോക്കി. അമ്മ കരയണു. എന്താ കാര്യം എന്ന് മനസ്സിലാവണില്ല. പെട്ടെന്നത് തെക്ക് ഭാഗത്തും തന്നെ കൊണ്ടുപോകാനായിട്ടുള്ളതായ കാലന്റെ വരവാണ്. കാലന്റെ വരവ് കണ്ടപ്പോൾ പേടിച്ചെങ്ങോട്ട് ഓടിയില്ല. അമ്മ ഒക്കത്ത് വെച്ചിട്ട് കുട്ടിക്കാലം മുതലേ അവിടെയുള്ള തൃപ്രങ്കോട്ടപ്പനെ തൊഴിച്ചിട്ടുണ്ട്. 12-ാം വയസ്സ് വരെ മുട്ടാതെ കണ്ട നമ്മുടെ എറണാകുളത്തപ്പനെ പോലെയുള്ള മഹാക്ഷേത്രമാണ് തിരൂരടുത്തുള്ളതായ തൃപ്രങ്കോട്ടപ്പൻ. ആ തൃപ്രങ്കോട്ടപ്പനെ 12 കാലം മുട്ടാതെ കണ്ട് തൊഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാലനടുത്തേക്ക് വന്നപ്പോൾ പേടിച്ചോടല്ല ഉണ്ടായത്. ആ തൃപ്രങ്കോട്ടപ്പന്റെ അടുത്തേക്കാണ് ഓടിയത്. ഓടി വരുന്ന മാർക്കണ്ഡേയനെ തിരുനാവായയിലുള്ള നാവാമുകുന്ദ ഭഗവാൻ പിതൃകർമ്മങ്ങളൊക്കെ ഇവിടെയാണ് നടക്കണ ശാലം വേണ്ടില്ല. ഉണ്ണിക്ക് അങ്ങനെയുള്ള പിതൃകർമ്മങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഉണ്ണി നേരെ അങ്ങോട്ട് ചെന്നോളൂ എന്ന ആൽമരം പോലും വഴി മാറിക്കൊടുക്കണു. അപ്രകാരം തൃപ്രങ്കോട്ട് എത്തിച്ചേർന്നതായ മാർക്കണ്ഡേയന്റെ പിന്നാലെ കാലൻ ശൂലവുമായിട്ട് വരണു. മഹാദേവൻ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു. പഞ്ചാക്ഷര മന്ത്രവും ജപിച്ചുകൊണ്ട് എന്നെ വന്ന് ആശ്രയിച്ചവനെയാണോ ശൂലമെടുത്ത് കുന്തത്തിൽ കോർക്കാൻ ശ്രമിക്കുന്നത്? മഹാദേവൻ തന്റെ തൃശൂലം ഇങ്ങോട്ടെടുത്തു, കാലന്റെ നേരെ അതുകൊണ്ടൊരു കുത്തുകുത്തി. അന്നാ കാലനെ കുത്തിക്കൊന്നതായ ശൂലം കഴുകിയ തീർത്ഥം ഇന്നും തൃപ്രങ്കോട്ട് അമ്പലത്തിൽ ചെന്നാൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ 12-ാം വയസ്സിൽ തന്നെ രക്ഷിക്കാൻ വേണ്ടി മഹാദേവൻ ഇത് കാലനെ പോലും കഥ കഴിച്ച് അന്ധകാന്തകനായിട്ട് മാറിയ അപ്പോൾ തന്നെ മാർക്കണ്ഡേയൻ നേരെ ഈ കേരളക്കര വിട്ട് നേരെ ഹിമാലയ തപോവനത്തിൽ എത്തിച്ചേർന്നു. പുഷ്പഭദ്ര നദീതീരത്തിൽ ഇത് തപസ്സാരംഭിച്ചു. ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ യുഗങ്ങളോ മന്വന്തരങ്ങളോ കടന്നു പോകണതാ മാർക്കണ്ഡേയന് മനസ്സിലായില്ല. സപ്താഹയജ്ഞവേദിയിൽ നമ്മളിത് വന്നിരിക്കുന്നു. വാച്ചൊക്കെ നോക്കിയിട്ട് 10:30 മണി വരെ. അയ്യോ, സമയം അങ്ങനെ വേഗം പോയി. എന്താ ഇനിയിപ്പോ പറയാൻ പറ്റുക? കേൾക്കണവരുടെ കാര്യം അങ്ങനെ തന്നെ. ഓരോ പ്രഭാഷണം കേൾക്കുമ്പോഴും
മതിയായില്ല എന്നുള്ള രീതിയിലുള്ളതായ സമയം പോരാതെ കണ്ടുവരുന്ന ഈ അവസ്ഥ, നമ്മുടെ മനസ്സിന് അത്തരത്തിലുള്ളതായ ഒരു സാത്വികാവസ്ഥ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പോലും നമുക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ, മാർക്കണ്ഡേയൻ പോയി തപസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കാലം കറങ്ങണതോ കാലത്തിന്റെ കറക്കത്തിനനുസരിച്ചുണ്ടാവുന്നതായ മായാജാലങ്ങളോ ഒന്നും മനസ്സിലാക്കാൻ ആ സത്വസംശുദ്ധമായ മനസ്സുകൊണ്ട് സാധിച്ചില്ല. സത്വസംശുദ്ധമായ മനസ്സിന്റേതായ മനഃശുദ്ധി നമുക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞതുപോലെ, നമ്മുടേതായ മനഃശുദ്ധി ഇല്ലാത്തതായ അവസ്ഥ, നമ്മളിപ്പോൾ പലതരത്തിലുള്ള മായാജാലങ്ങളാൽ ഭ്രമിച്ച് ടെൻഷൻ അടിച്ച് നടക്കുന്നവരാണ്. അത്തരമൊരു ടെൻഷനെ കുറിച്ചും മാനസിക പിരിമുറുക്കത്തെക്കുറിച്ചും ഇന്ദ്രിയ വികാരാദികളെക്കുറിച്ചും മാർക്കണ്ഡേയന് ഒന്നും അറിയില്ല. ബ്രഹ്മ ആനന്ദത്തിൽ മുഴുകിയിരിക്കുകയാണ്, എല്ലാം പരബ്രഹ്മമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആ പരമാത്മ തത്വത്തിൽ ലയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരമാത്മ തത്വത്തിൽ ലയിച്ചിരിക്കുന്നതായ മാർക്കണ്ഡേയന്റെ മനസ്സിനെ ഒന്ന് മായയിൽ പെടുത്താൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചു? ഇന്ദ്രൻ ശ്രമിച്ചു. നമ്മൾ മായയിൽ പെട്ട് കിടക്കണമെന്ന് വെച്ചാൽ നമ്മൾ മറ്റാളോടും പോരണില്ലേ, ടിക്കറ്റിങ് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകാറുള്ളത് പോലെ ഇന്ദ്രൻ അവിടെ അത്തരത്തിലുള്ളതായ സീനുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഉർവശി, രംഭ, തിലോത്തമ തുടങ്ങിയ ഡാൻസൊക്കെ കണ്ടിങ്ങനെ രസിച്ച് അതാണ് ശരിയെന്ന് വിചാരിച്ചിരിക്കുന്ന ആളാ. അപ്പൊ ഈ മാർക്കണ്ഡേയൻ ഇതൊന്നുമല്ല ശരിയെന്ന് പറഞ്ഞ് ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന അവസരത്തിൽ ആ മാർക്കണ്ഡേയന്റെ മനസ്സിനെ ഒന്ന് ചാഞ്ചാടിപ്പിക്കണം. അതിനവിടെ ഒരു ചെറിയ ദൃശ്യം ഏത് രൂപത്തിൽ വേണമെന്നവിടെ സ്വർഗത്തിൽ വെച്ച് പ്ലാൻ ചെയ്തു. അതിനനുസരിച്ചുള്ളതായ പ്രോഗ്രാമൊക്കെ തയ്യാറാക്കി വരുന്നവരായ ഗാനമേളക്കാരുണ്ട്, ഡാൻസ് ഗ്രൂപ്പുകാരുണ്ട്. എല്ലാവരും കൂടി അവിടെ നിന്ന് സ്വർഗത്തുന്നത് ഇന്ദ്രന്റെ നിർദ്ദേശമനുസരിച്ച് പുറപ്പെട്ടു. മാർക്കണ്ഡേയൻ തപസ് ചെയ്യുന്നതായ തപോവനത്തിൽ എത്തിച്ചേർന്നു. അവരുടെ പരിപാടികൾ ഇത് ആരംഭിച്ചു. എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇന്നിപ്പോ നമുക്ക് ധാരാളം അത്തരത്തിലുള്ള പരിപാടികൾ സ്റ്റേജിൽ കാണാൻ പറ്റണത് കൊണ്ട്, ടിവിയിൽ തന്നെ അങ്ങനെയുള്ളതായ പരിപാടികൾ ധാരാളം വരണത് കൊണ്ട് എങ്ങനെയാന്ന് ഇനിയിപ്പോ വിശദീകരിക്കേണ്ട കാര്യമില്ല. അന്ന് സ്വർഗത്തുനിന്ന് വന്നവരായ ഗാനമേളക്കാരും ഡാൻസ് ഗ്രൂപ്പുകാരും ഉർവശി തുടങ്ങിയവരൊക്കെ കൂടിയിട്ടുള്ളതായ ഡാൻസ് ആരംഭിച്ചു, പാട്ടുകൾ ആരംഭിച്ചു. പാട്ടുപാടാൻ ഒരാളൊന്നും ഉണ്ടായാൽ പോരാട്ടോ. പാട്ടുപാടാൻ ഒരാളിവിടെ ഇരിക്കുകയാൽ തൃശ്ശൂർ പൂരം മാതിരിയുള്ള ആൾക്കാർ ചുറ്റും ഇരിക്കണം, എന്നാലേ ആ പാട്ട് നിരയുള്ളൂ. അത്തരത്തിലുള്ളതായ അനേക തരത്തിലുള്ളതായ ആ ശബ്ദ കോലാഹലങ്ങളോടുകൂടിയ നൃത്തങ്ങള് എല്ലാം ആരംഭിച്ചു. പക്ഷേ അന്തർമുഖ സമാരാധ്യനായിട്ടിരിക്കുന്ന മാർക്കണ്ഡേയൻ ഈ പുറമെയുള്ള ശബ്ദമൊന്നും കേൾക്കണില്ല. ഈ മായാജാലങ്ങൾക്കിടയിലുള്ളതായ ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധാത്മകമായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന രീതിയിലുള്ളതായ കർമ്മേന്ദ്രിയ, ജ്ഞാനേന്ദ്രിയ, പ്രാണ മനസ്സോടുകൂടിയവയായ ബുദ്ധിയെ ഭ്രമിക്കുന്ന തരത്തിലുള്ളതായ ഒന്നും മാർക്കണ്ഡേയൻ അറിയണില്ല. നമ്മൾ കുറച്ചു നേരം നാമം ജപിച്ച് ഏകാഗ്ര ഭാവത്തിലിരുന്നാൽ തന്നെ, അപ്പൊ ഞാൻ കോളിംബെൽ അടിച്ചത് അറിയുണ്ടായില്ലേ? ആ കോളിംബെൽ അടിച്ചായിരുന്നു. ഞാൻ പൂജാമുറിയിലായിരുന്നേ. പൂജാമുറിയിൽ അവിടെ നിന്നിട്ട് ആ സഹസ്രനാമം ചെല്ലുന്ന സമയമുണ്ടാ. കോളിംബെൽ അടിച്ചത് കേട്ടിട്ടില്ല. അപ്പൊ അത്തരത്തിൽ നമ്മൾ നമ്മുടെ ഈ പുറമെയുള്ള ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള ആ മായാജാലങ്ങളൊക്കെ അവിടെ തടസ്സപ്പെട്ടുകൊണ്ടുള്ള ഒരു ആനന്ദം ഈ ഒരു സഹസ്രനാമ ജപത്തിൽ പോലും കിട്ടുന്നു എങ്കിൽ, മാർക്കണ്ഡേയൻ ഇവിടെ 6 മന്വന്തരമായി തപസ് ചെയ്തുകൊണ്ടിരിക്കണു. ആ തപശ്ചര്യകൾക്കിടയിൽ, ആ ഏകാന്ത ഭക്തിക്കിടയില്, ആ ബ്രഹ്മാനന്ദത്തിനിടയില് ഈ മായാജാലങ്ങളൊന്നും മാർക്കണ്ഡേയനെ ബാധിച്ചില്ല. ദേവേന്ദ്രൻ അവിടുന്ന് ഇങ്ങോട്ട് മാർക്കണ്ഡേയന്റെ തപോവനത്തിലേക്ക് ക്യാമറ തിരിച്ചുവെച്ചു. ക്യാമറ തിരിച്ചുവെച്ചു കഴിഞ്ഞാൽ അമേരിക്കയിലുള്ളതായ കുട്ടികളുമായിട്ട് സംസാരിക്കാനുള്ളതായ സൗകര്യങ്ങൾ ഇന്നുണ്ടല്ലോ. സ്വർഗത്തിൽ നിന്നുകൊണ്ട് ദേവേന്ദ്രൻ ആ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചുവെച്ചു. അപ്പോഴാണ് ഉർവശി, രംഭാതിരോ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിനി എന്തെങ്കിലും ഒരു വെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്താലേ ആദ്യം മുഴുമിപ്പിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അവരാകെ ക്ഷീണിച്ചിറങ്ങിയിരുന്നു. പാട്ടുകാരും അതുപോലെ തന്നെ ഇവിടുന്ന് എന്തെങ്കിലും ചില പാനീയങ്ങൾ കൊണ്ടു കൊടുത്താലേ അവരത് മുഴുവനാക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയായി തീർന്നു. ഈ ഡാൻസും ഗാനമേളയൊന്നും കേട്ടിട്ടും മാർക്കണ്ഡേയൻ ഒരു അനക്കമില്ല. അദ്ദേഹം ഇരുന്ന ഇരിപ്പന്നെയാ. അപ്പൊ ദേവേന്ദ്രനാക്ക് പേടിയായി. ഇനി അടുത്ത നിമിഷത്തിൽ അദ്ദേഹം കണ്ണോറ്റ തുറന്നു കഴിഞ്ഞാൽ, പണ്ടൊരു മുചുകുന്ദൻ കിടന്ന് ഉറങ്ങിയിട്ട് ഉണർന്നപ്പോ ഒരു യവനൻ കിടന്ന് നിന്ന നിൽപ്പിൽ ഭസ്മാവ് ഉണ്ടായിട്ടുണ്ട്. കുറച്ചു കാലം കിടന്ന് ഉറങ്ങിയിട്ടുള്ള ആളാ. കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങിയ ഒരാള് മുചുകുന്ദൻ എഴുന്നേറ്റിട്ട് കണ്ണു തുറച്ചപ്പോൾ യവനൻ ഭസ്മമായി തീർന്നു വെച്ചു കഴിഞ്ഞാൽ, 6 മന്വന്തരമായിട്ട് തപസ് ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ തപശക്തിയാൽ അദ്ദേഹം ഒന്ന് എന്താണാവോ ഇവിടെ വിചാരിച്ച് കണ്ണു വിഴിക്കാൻ ഇടവന്നു കഴിഞ്ഞാൽ
തന്റെ ഗാനമേള ട്രൂപ്പും ഇല്ലാണ്ടയാവും, ഉർവശി രംഭ തിലോത്തമാത്രങ്ങളും ഇല്ലാണ്ടയാവും. അതുകൊണ്ട് ക്യാമറ തിരിച്ചു വെച്ച് ഈ കാഴ്ച കണ്ടപ്പോൾ വേഗം ഓർഡർ കൊടുത്തു, എല്ലാവരും തിരിച്ചു പോരുക, എല്ലാവരും തിരിച്ചു പോരുക. അവിടെ പരിപാടി വിജയിക്കില്ല. മാർക്കണ്ഡേയനെ പോലെ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള സത്സംഗത്തിൽ പോയി കഴിഞ്ഞാൽ ഈ വക പരിപാടി ഒന്നും വിജയിക്കില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ടാവാം അത്തരം പരിപാടികള്. ഇന്ന് ഇത്തരം മാർക്കണ്ഡേയൻ തപസ് ചെയ്യണ സ്ഥലത്തേക്ക് ആ ട്രൂപ്പിനെ പറഞ്ഞയച്ചതുപോലെ ഇത്തരത്തിലുള്ള സത്സംഗത്തിലേക്കും ആ വക ട്രൂപ്പുകാര് കയറി വരാൻ ശ്രമിക്കുന്നുണ്ട്. അനുവദിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സത്രങ്ങളൊക്കെ ആകെ കൊളായിട്ട് മാറും. അതുകൊണ്ട് മനസ്സിരുത്തേണ്ട ഒരു കാര്യമാണ് ഇത്. അവര് വന്ന് നൃത്തം വെക്കാൻ തുടങ്ങിയാൽ നമ്മൾ നൃത്തം വെച്ചു പോകും. ആ രീതിയിലുള്ള നൃത്തമല്ല വേണ്ടത്. മനസ്സിന്റെ ആനന്ദമയമായ പരമാനന്ദകരമായ ശാന്താകാര അവസ്ഥയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. ആ ശാന്താകാരം സാത്വികത കൊണ്ട് മാത്രമേ സിദ്ധിക്കുകയുള്ളൂ. ആ ശാന്താകാരത്തിന്റെ പ്രശാന്തമായ ഭാവം കണ്ട് ഇന്ദ്രൻ, ഇതൊന്നും നമുക്ക് പറ്റിയതല്ല കേട്ടോ, രജോഗുണ തമോഗുണക്കാരായ അമൃത് കഴിച്ച് ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകിക്കഴിയുന്നവരായ എത്രയെത്ര ഡൈ ചെയ്തിട്ടായാലും വേണ്ടില്ല, ഡൈ ഇല്ലാണ്ടാവണം, മരണമില്ലാണ്ടാവണം എന്ന് വിചാരിച്ചു കഴിയുന്നവരായ നമുക്കൊന്നും പറ്റിയതല്ല എന്നുള്ള നിലയ്ക്ക് അവരെ എല്ലാവരെയും തിരിച്ചിങ്ങോട്ട് വിളിച്ചു. ഇവര് വന്നതോ തിരിച്ചു പോയതോ ഒന്നും മാർക്കണ്ഡേയൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ ആ രംഗം മാർക്കണ്ഡേയൻ തപസ് ചെയ്യണതിന് അടുത്തുള്ളതായ അളകനന്ദ നദീതീരത്തെ ആശ്രമത്തിൽ കഴിയുന്നവരായ നരനാരായണ മഹർഷിമാർ കണ്ടു. മായയെ ജയിച്ചവരായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് പണ്ടൊരു പ്രസംഗത്തിൽ കപില ഭഗവാൻ പറയണ്ടായത്. കപില ഭഗവാൻ അമ്മയോട്, ദേവഹൂതിയോട് ഉപദേശിക്കുന്ന സമയത്ത്, അമ്മയെ മായയെ ജയിച്ച ആളാണ് ഞാൻ എന്നല്ല പറഞ്ഞത്, മായയെ ജയിച്ചതായ രണ്ടുപേരേ ഉള്ളൂ, നരനാരായണ മൂർത്തിമാർ എന്നൊക്കെ പണ്ടൊരു പ്രസംഗം ഉണ്ടായിട്ടുണ്ട്. ഇപ്പതാ മൂന്നാമതൊരാളും കൂടിയും നരനാരായണ മൂർത്തിമാർക്ക് പുറമെ മായയെ ജയിച്ച ആളായിട്ട് മാർക്കണ്ഡേയൻ ഒരാളും കൂടിയും. അപ്പൊ നമ്മളെ പോലെ തന്നെയുള്ള ഒരാളാണ് വെച്ചാൽ സമന്മാര് തമ്മിലാണല്ലോ കാണാനൊക്കെ ആയിട്ട് മോഹിക്കുക. അത്തരത്തിൽ മാർക്കണ്ഡേയന്റെ മായാ ജയത്തെ കണ്ടുകൊണ്ട് നരനാരായണ മഹർഷിമാരൊന്ന് കണ്ട് അനുഗ്രഹിക്കാനായിട്ട്, അഭിനന്ദിക്കാനായിട്ട്, മാർക്കിടാനായിട്ട് ഇങ്ങോട്ട് വരികയുണ്ടായത്. അങ്ങനെ നരനാരായണ മഹർഷിമാരിത് മുമ്പിലേക്ക് എഴുന്നള്ളി വന്നു. പക്ഷെ മാർക്കണ്ഡേയൻ ആരെയും കാണണില്ല. കണ്ണടച്ചാരെങ്കിലും കാണുക? അദ്ദേഹം കണ്ണടച്ചിരിക്കുകയാണേ. നമുക്ക് കണ്ണടച്ചാൽ ആരെയും കാണാനില്ല, കൂരിരുട്ട് മാത്രമേ കാണാനുള്ളൂ. വെച്ചാൽ അദ്ദേഹം കണ്ണടച്ചിരിക്കുമ്പോൾ കൂരിരുട്ടല്ല, വെളിച്ചമാണ് കാണുന്നത്, ദിവ്യപ്രകാശമാണ് കാണുന്നത്, പ്രപഞ്ചം മുഴുവൻ ജ്യോതിർമയമായിട്ടാണ് കാണുന്നത്. തമോഗുണ രജോഗുണ ഭാവങ്ങളൊന്നുമില്ലാത്തതായ സത്വ സംശുദ്ധമായ മനസ്സിൽ പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മമായിട്ടാണ്, ബ്രഹ്മാണ്ടത്തെ മുഴുവൻ, ജഗത്തിനെ മിഥ്യയായിട്ടും ബ്രഹ്മത്തെ സത്യമായിട്ടുമാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മസത്യം എന്നുള്ള സാക്ഷാത്കാരത്തിലാണ് ജഗത്ത് മിഥ്യയായി തീരുന്നത്. ആ ബ്രഹ്മാനന്ദത്തിൽ, ജഗൻ മിഥ്യാഭാവത്തിൽ അദ്ദേഹം വെളിച്ചം മാത്രമായിട്ടുള്ള ഒരു ആനന്ദ അവസ്ഥയിലിരിക്കുന്നു. ആ മാർക്കണ്ഡേയന്റെ അടുത്തേക്കാണ് നരനാരായണ മഹർഷിമാരുടെ എഴുന്നള്ളത്ത്. നോക്കുമ്പോ വെളിച്ചം മാത്രമേ ഉള്ളൂ. ആ വെളിച്ചത്തിലേക്ക് ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ആ വെളിച്ചം മനോഹരമായ സ്വരൂപങ്ങളായിട്ട് മാറണു. നരനാരായണ മൂർത്തിമാരായിട്ട് ഇതാ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മാർക്കണ്ഡേയൻ ഇത് വീണ് നമസ്കരിച്ച പരബ്രഹ്മസ്വരൂപന്മാരായ ഭഗവാന്മാരെ സ്തുതിക്കുന്നു. ഈശ്വരൻ ബ്രഹ്മമായിട്ടായാലും പരമാത്മാവായിട്ടായാലും ഏതെങ്കിലും ഭഗവാൻ എന്ന വേഷം കെട്ടിയിട്ടായാലും മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ആശ്രയിച്ചവരായ ഭക്തന്മാരോട് എന്താ മോഹം? അല്ല, സാധാരണ നമ്മളൊരു പരസ്പര സ്നേഹമുള്ളവരായാൽ തന്നെ ഒരു സ്നേഹിതനോട് അത്തരത്തില് എന്തെങ്കിലും സഹായം ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഈശ്വരൻ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ചോദിക്കണു, എന്താണ് വരമായിട്ട് വേണ്ടത്? എന്തെങ്കിലും മനസ്സിൽ മോഹമുണ്ടെങ്കിൽ അത് സാധിപ്പിച്ചു തരാം. എന്തിനാ ഈശ്വരൻ അങ്ങനെ മുമ്പിലേക്ക് വന്നിട്ട് ഈ എന്തെങ്കിലും മോഹമുണ്ടോ ചോദിക്കണത്?
ഈ മോഹമുണ്ടോ ചോദിച്ചാൽ ആകെ പ്രശ്നമാവും കേട്ടോ. പ്രഹ്ലാദൻ അങ്ങനെയാണ് നരസിംഹമൂർത്തിയോട് പറഞ്ഞത്. ഈ മോഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ആകെപ്പാടെ കഷ്ടത്തിലാവും. സത്യത്തിൽ ഇപ്പൊ മോഹമൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ്. ഇനി ഓരോ മോഹങ്ങൾ ഉണ്ടാക്കി തീർക്കരുതേ, ഇനി ഓരോ മോഹങ്ങൾ ഉണ്ടാക്കി തീർക്കരുതേ എന്നാണ് പ്രഹ്ലാദന്റെ പ്രാർത്ഥന. മോഹങ്ങളില്ലാണ്ടാവുമ്പോഴേ മോക്ഷമെന്ന ബ്രഹ്മാനന്ദമെന്ന അവസ്ഥയുണ്ടാവുള്ളൂ. ഞാനിപ്പോൾ അത്തരത്തിലൊരു മോക്ഷത്തിലാണ് ഇരിക്കണത്. ആ മോചിതനായ എന്നെ, മുക്താവസ്ഥയിലുള്ള എന്നെ എന്തെങ്കിലും മോഹമുണ്ടോ എന്ന് വീണ്ടും ഒരു ചോദ്യം നരനാരായണ മഹർഷിമാര് ചോദിച്ചതായ ഈ സന്ദർഭത്തിൽ മാർക്കണ്ഡേയൻ ഒന്ന് ചിന്തിച്ചു. എങ്ങനെ ഈ മോഹങ്ങൾ ഉള്ളിലേക്ക് കടന്നു വരണത്? എല്ലാവരും മോഹിക്കണു, മുക്താവസ്ഥയ്ക്ക് പകരം ബദ്ധാവസ്ഥയിലാണെന്ന് പറയണു, സംസാര സാഗരത്തിൽ കിടന്ന് മുങ്ങിപ്പൊങ്ങണവരാണ്, ശ്വാസം മുട്ടണവരാണ്, അയ്യോ ഇങ്ങനൊരു ജീവിതമായി പോയല്ലോ എന്നൊക്കെ പറയണു. പക്ഷെ താൻ ഇന്നും 12 വയസ്സുകാരനായിട്ട് ഇവിടെ ഇരിക്കുകയാണേ. 6 മന്വന്തരങ്ങൾ കടന്നു പോയിട്ടും തനിക്ക് ആ പ്രായത്തിനൊരു ദിവസം പോലും വ്യത്യാസം വന്നിട്ടില്ല. അപ്പൊ കാലക്കേട്, ഗ്രഹപ്പിഴകള്, കർമ്മദോഷങ്ങള്, എന്തിനെ കുറിച്ചൊക്കെ ഉള്ളതായ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ടാവൂല്ലോ. 12 വയസ്സ് വരെ അവിടെ തൃപ്രങ്കോട്ടപ്പന്റെ അടുത്ത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ ബാല്യകാല സ്മരണകൾ ഒരു പക്ഷേ ഉള്ളിലേക്ക് കടന്നു വന്നതായിരിക്കാം. 12-ാം വയസ്സിന് ശേഷം അവിടെ ഈ 6 മന്വന്തരം കഴിയുന്നത് വരെയും ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ആ ബ്രഹ്മാനന്ദത്തിനിടയിൽ ഭഗവാന്മാര് വന്ന് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോ ഒരു ബാല്യകാല സ്മരണയിൽ കൂടി കുട്ടിക്കാലത്ത് ഓടി നടന്നേർന്നതായ കാര്യങ്ങളും അമ്മ തന്നോടുള്ള പ്രേമത്താൽ 2 തുള്ളി കണ്ണുനീര് വീഴ്ത്തിയതുമായിട്ടുള്ള ആ സ്നേഹ വാത്സല്യാദികളെ, ജീവിതത്തിന്റെ പരസ്പര സ്നേഹബന്ധങ്ങളെ, മനുഷ്യ ജീവിതത്തിലുള്ളതായ അനേക ആചാരാനുഷ്ഠാനങ്ങളെ, മായാമോഹങ്ങളെ എല്ലാം ഒരു ബാല്യകാല സ്മരണ പോലെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരിക്കാം. താനിവിടെ മരണമില്ലാത്തവനായിട്ടിരിക്കുന്നുണ്ടെങ്കിലും വേണ്ടില്ല, തനിക്ക് വേണ്ടി കാലന്റെ പോലും കഥ കഴിഞ്ഞുവെച്ചാലും വേണ്ടില്ല. കാലനില്ലാത്ത കുറച്ചു കാലം ഉണ്ടായി. പിന്നെ അതുകൊണ്ടുള്ള പ്രശ്നം കാരണം കാലനാദ്യം ജീവൻ കൊടുക്കേണ്ടതായിട്ട് വന്നു. കാലൻ പോലും കാലക്കേട് കാരണം ആദ്യം ജീവിക്കേണ്ടതായിട്ട് വന്നു. എന്നിട്ട് പോലും തനിക്കിവിടെ ബ്രഹ്മാനന്ദമായിട്ട് കഴിയാൻ സാധിക്കണു. അപ്പൊ ഈ ലോകത്തിൽ കാലനടക്കമുള്ളവരനുഭവിക്കുന്നതായ മായാജാലങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഇനി ആരെങ്കിലും ചോദിക്കാൻ ഇടവന്നു കഴിഞ്ഞാൽ വിവരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിവരം ഉണ്ടെച്ചാലും വേണ്ടി ഈ വിവരമില്ല അല്ലേ. ശങ്കരാചാര്യസ്വാമികൾക്ക് അത്തരത്തിലാണ് ഒരു പ്രായോപവേശം വേണ്ടി വന്നത്. ഭൗതികമായ ലോകത്തിൻ്റെതായ അവസ്ഥകളെ കുറിച്ച് അറിവുള്ളവനാണ് ഞാനെന്ന് പ്രസ്താവിക്കേണ്ടതായിട്ട് വന്നത്. സ്വന്തം പ്രാണനെ മറ്റൊരു ശരീരത്തിലേക്ക് ജീവനോടുകൂടി മാറ്റാവുന്ന രീതിയിലുള്ളതായ ആ പരകായ പ്രവേശം എന്നതായ സിദ്ധി അദ്ദേഹത്തിന് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നത്. ആ സർവജ്ഞ പീഠം കയറേണ്ടതായ നിലയെന്ന പോലെ മാർക്കണ്ഡേയൻ ഇത് ഈ ഒരു കോഴ്സും കൂടി പാസ്സാവാനുള്ളൂ വെച്ചാൽ എന്നാതും കൂടിയാവട്ടെ. മായ എന്ന് പറഞ്ഞ ആൾക്കാർ കിടന്ന് വല്ലാണ്ട് വട്ടം തിരിയുന്നുണ്ടല്ലോ. എന്നെ മായയിൽ നിന്ന് മോചിപ്പിക്കണേ, ഞാൻ കിടന്ന് കഷ്ടപ്പെടുകയാണേ, എന്നെ രക്ഷിക്കണേ. എന്തിനാ ഈ അമ്പലത്തിൽ ഇത്ര വലിയ തിരക്ക്? എന്തിനാ ആൾക്കാർ വന്ന് പല പല വഴിപാടുകളും കഴിക്കണത്? ഈ അമ്പലങ്ങളൊക്കെ ഇന്ന് വീണ്ടും തിരിച്ച് പഴയ പോലെ വളർന്നു വരാൻ എന്താ കാരണം? മായ ഒരിക്കലും ഇവിടുന്ന് അവസാനിക്കണില്ല. ലോകത്തിൽ ബ്രഹ്മാനന്ദം ഏതൊരു കാലഘട്ടം വരെയുണ്ടോ അത്രയും കാലഘട്ടം ഇവിടെ ഈ മായാജാലങ്ങളും പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചവും എല്ലാം ഉള്ളതായിട്ടാണല്ലോ. ജഗൻ മിഥ്യ ബ്രഹ്മസത്യം എന്നൊക്കെയാണ് തനിക്ക് അനുഭവിച്ചാലും വേണ്ടില്ല. ബ്രഹ്മം മിഥ്യ, ജഗൻ സത്യം എന്നുള്ള നിലയ്ക്കാണ് എല്ലാവർക്കും അനുഭവപ്പെടുന്നത്. അപ്പൊ ഈ ജഗൽ സത്യം എന്ന് അനുഭവപ്പെടുന്നവരുടെ അനുഭവം മാർക്കണ്ഡേയനില്ല. ജഗൽ സത്യം എന്ന് അനുഭവപ്പെടുന്നതായ നമ്മുടേതായ അനുഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വരമാണ് മാർക്കണ്ഡേയൻ ചോദിക്കുന്നത്. മായ എന്ന് കേട്ടിട്ടുണ്ട്, മഹാ പിശാചിയാണെന്ന് കേട്ടിട്ടുണ്ട്, പിടികൂടിയാൽ പിന്നെ വിടാൻ പ്രയാസാന്ന് കേട്ടിട്ടുണ്ട്. അല്ല, എന്നെ ഒന്ന് പിടിച്ച് എനിക്ക് വിടാൻ പറ്റുമോ നോക്കട്ടെ. എന്നെ മായ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ആ മായയെ വിട്ട് രക്ഷപ്പെടാൻ എനിക്ക് പറ്റുമോ നോക്കണച്ചാൽ അതിനൊരു സാഹചര്യം ഉണ്ടാവണ്ടേ. സ്വാവ് കടിക്കാനായിട്ട് വന്നു, ഞാനങ്ങോട്ട് ഓടി. അല്ല, ഒന്ന് എതിരിട്ടിട്ട് അതിന്റെ കടി കൊള്ളാതെ കണ്ടിരിക്കാനുള്ളതായ പരിശ്രമം നടത്തി എന്ന് പറഞ്ഞാൽ ഓടി എന്നുള്ളത് വിജയമല്ല. അത്തരത്തിൽ പേടിച്ചോടലല്ലാതെ കണ്ട് വിജയിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ എന്ന രീതിയിലായിരിക്കാം ഒരുപക്ഷെ മാർക്കണ്ഡേയൻ മായ മമമായ ദുരത്യയ, എളുപ്പല്ലാട്ടോ അർജുന എന്ന് ഭഗവാൻ പറഞ്ഞതായ ആ ദുരത്യയായ മായ, അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നതായ വരമാണ് മാർക്കണ്ഡേയൻ ചോദിച്ചത്. നരനാരായണ മഹർഷിമാര് അല്ല, നമ്മളിപ്പോ എന്തിനാങ്ങോട്ട് വന്നത്? മാർക്കണ്ഡേയനെ അഭിനന്ദിക്കാനാണേ. മായയെ ജയിച്ചവരായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. മൂന്നാമത് ഒരാളും കൂടി ഇതാ കോഴ്സ് പാസ്സായിരിക്കണു. അപ്പൊ അദ്ദേഹത്തിനൊന്ന് അഭിനന്ദിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ട് അദ്ദേഹത്തിന്റെ ചോദ്യം,
മായയൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം. വേണ്ട കേട്ടോ എന്നല്ല പറഞ്ഞത്. അല്ല, അങ്ങനൊരു മോഹം ഉണ്ടെങ്കിൽ അതും കൂടി സാധിക്കട്ടെ. ഗുരുവായൂരപ്പന്റെ കാരുണ്യം അങ്ങനെയാണ്. നമ്മൾ എന്തെന്തെല്ലാം മോഹിക്കുന്നുവോ എല്ലാം സാധിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് മോഹങ്ങൾ ഇല്ലാണ്ടാവണം. മനോരഥോ മതീയോയം സഫല സർവഥാത്വയ നിർവിഘ്നേനൈവ കർത്തവ്യ ദാസോഹം ദാസോഹം എന്ന രീതിയില് ഗുരുവായൂരപ്പന്റെ ദാസനായും കൊണ്ട് നമ്മളെ കൊണ്ട് വീണ്ടും വീണ്ടും കർമ്മം ചെയ്യിപ്പിക്കുന്നത്, കർമ്മത്തിനനുസരിച്ചുള്ളതായ കാമങ്ങൾ സാധിപ്പിച്ചു തരുന്നത്, എന്ത് പോയി ചോദിച്ചാലും വേണ്ടില്ല, ഇവിടെ അത് മാത്രമല്ല കേട്ടോ എന്ന് പറയാതെ കണ്ട് എന്തെല്ലാം നമുക്ക് വേണോ എല്ലാം ഈ മായാലോകത്തിൽ നമുക്ക് ഭഗവാൻ തരുന്നത്. നമ്മുടെ മോഹങ്ങൾ തീരട്ടെ, അനുഭവിച്ച് നമുക്ക് മതി വരട്ടെ, ഇതിനോടുള്ളതായ ഒരു ആസക്തി ഉപേക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ, നമ്മൾ അനാസക്തരായി തീർന്ന് ഭഗവത് ഭക്തരായിട്ട് വളർന്നു വരട്ടെ എന്ന നമ്മളോടുള്ള അപാര കൃപയാണ് കരുണാസാഗരമായ ഗുരുവായൂരപ്പൻ ഇത്തരത്തിലുള്ളതായ മൊബൈൽ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. ആവക ജീവിതത്തിൻ്റെതായ മായാജാലങ്ങളിൽ നിന്ന് കരകടക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മളെ പിടികൂടിയതായ മായാ പിശാചിയെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം. അല്ലാത്ത പക്ഷം നമ്മൾ രക്ഷപ്പെടാൻ പോണില്ല. വേദാന്താദി പഠനങ്ങളെ കൊണ്ടോ ബ്രഹ്മോപദേശാദികളെ കൊണ്ടോ നമ്മൾ എവിടെ എത്തിച്ചേർന്നിട്ടില്ല. നമ്മുടേതായ മാനസിക അവസ്ഥയുടെ മലിനമായ ചിന്തകളിൽ വന്നു ചേരുന്നതായ മായാ പിശാചിയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക എന്നല്ലാതെ കണ്ട് കൈപിടിക്കണവര് ഒരു പരിധിവരെ കൂട്ടിക്കൊണ്ടുപോവുകയുള്ളൂ. നമ്മൾ സ്വയം നമ്മുടേതായ അനുഭവത്തിൽ കൂടി രക്ഷപ്പെടാൻ ശ്രമിക്കണം. അവനവന്റെ അനുഭവത്തിൽ കൂടി അല്ലാതെ കണ്ട അനുഭൂതി തലത്തിലേക്ക്, ആത്മാനന്ദത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയില്ല. മാർക്കണ്ഡേയൻ അപ്രകാരം ചോദിച്ചതായ മായ മായ മമ മായ ദുരത്യായ എന്ന് അവിടുന്ന് പറയുന്നതായ മഹാമായ അതെന്താണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം. ഉണ്ണി, അത്രയല്ലേ ഉള്ളൂ, മായ കണ്ടാ കൊള്ളാന്നുള്ളത് ആഗ്രഹിക്കോട്ടെ, ഇത്ര നിസ്സായിക്കോട്ടെ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള നിലയ്ക്കാണ് പുഞ്ചിരിച്ചുകൊണ്ട് നരനാരായണ മഹർഷിമാരിത് വരം ചോദിച്ചതും വരം കൊടുത്തുകൊണ്ട് അവിടുന്ന് പോകുന്നത്. വരം തന്ന അവരങ്ങോട്ട് പോകണതോടുകൂടി മാർക്കണ്ഡേയ മഹർഷി വീണ്ടും താൻ ഇതേവരെ ഇപ്പൊ ഒരു ചെറിയ ബാല്യകാല ചിന്തകളൊക്കെ വന്നിട്ടാണ് മായം മോഹങ്ങളിലേക്കൊക്കെ ഭ്രമിക്കുണ്ടായത്. ഇപ്പത് ആദ്യ ബ്രഹ്മാനന്ദത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതുവരെ ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ജഗന്മിഥ്യ ബ്രഹ്മസത്യം എന്ന ചിന്തയിൽ പരമാത്മ തത്വത്തിൽ ലയിച്ചിരിക്കുകയായിരുന്നു. നരനാരായണ മഹർഷിമാർ അനുഗ്രഹിച്ചങ്ങോട്ട് പോയതോടുകൂടിയിട്ട് പിന്നെ മനസ്സിലേക്ക് ബ്രഹ്മസത്യം തിരിച്ചു വരണില്ല, പരമാത്മ തത്വം തിരിച്ചു വരണില്ല. ബ്രഹ്മസത്യം 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 എന്ന് പറയുമ്പോഴേക്കും ജഗൽ സത്യം ജഗൽ സത്യം ജഗൽ സത്യം എന്നിങ്ങനെ ഉള്ളിലേക്ക് ഏതോ ഒരു ചിന്താഗതികള് കടന്നു വരുന്നു. ജഗൽ സത്യം ജഗൽ സത്യം എന്നിങ്ങനെയുള്ളതായ ചിന്തകൾ വർദ്ധിച്ചു വരുന്തോറും മിഥ്യാബ്രഹ്മം മിഥ്യാബ്രഹ്മം, എന്ത് ഈശ്വരൻ എന്ത് ഈശ്വരൻ, അതൊക്കെ വേറെ ഒരു കല്ലായിട്ട് ആൾക്കാര് അന്ധവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരത്തുന്നതായ കാര്യങ്ങള് എന്നൊക്കെയുള്ള രീതിയിൽ എന്തിനാ ഈ അമ്പലത്തിലേക്ക് പോണത്, എന്തിനാ സത്രത്തിലേക്ക് പോണത്, എന്തിനാ ഭാഗവതം കേൾക്കണത്, എന്തിനാ നാമം ജപിക്കണത്? തിന്നുക, കുടിക്കുക, രസിക്കുക എന്ന രീതിയിൽ മൃഗങ്ങളെ പോലെയുള്ളതായ തമോ ഗുണ രജോഗുണമയമായ ഭക്ഷണാദികൾ കഴിച്ചുകൊണ്ട് ശാരീരികമായ രോഗങ്ങളെ വർദ്ധിപ്പിച്ചുകൊണ്ട് പുതിയ പുതിയ ഹോസ്പിറ്റലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അവിടെ പോയി കടന്നുകൊണ്ട് എത്ര വലിയ ചികിത്സയായാലും വേണ്ടില്ല, മരണത്തെ തരണം ചെയ്യാമെന്നുള്ളതായ മോഹത്തോടു കൂടിയിട്ട് പുതിയ പുതിയ ശാസ്ത്രീയ ഗവേഷണങ്ങളുമായിട്ട് നമ്മളിന്ന് വലിയ പുരോഗമനക്കാരാണ്. കാലം എത്ര പുരോഗമിച്ചു, എന്തെല്ലാം സൗകര്യങ്ങൾ ഇവിടെ വർദ്ധിച്ചു. പക്ഷെ ഇതെല്ലാം നമ്മളെ മായയിലേക്ക് വീണ്ടും വീണ്ടും പിടിച്ചു വലിക്കുന്നതാണ്. ഈ ആഹാരാദികൾ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകളാവട്ടെ, കാതുകൊണ്ട് കേൾക്കുന്നതായ ചാടിപ്പിക്കുന്ന പാട്ടുകളാവട്ടെ, എപ്പോഴും പാട്ട് കേട്ട് നടന്നോളൂ കേട്ടോ എന്ന രീതിയിൽ പടച്ചുവിടുന്നതായ പാട്ടുകളാവട്ടെ, എപ്പോഴും കണ്ടുകൊണ്ടിരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതായ കാഴ്ചകളാവട്ടെ, എപ്പോഴും കഴിച്ചോളൂ, രാത്രിയും സന്ധ്യാസമയമൊന്നും നോക്കണ്ട, എപ്പോഴായാലും അടിച്ചു വിട്ടോളുക, കുടിച്ചോളുക, കടിച്ചു തിന്നോളുക എന്ന രീതിയിൽ എന്തും തിന്നുന്ന, എന്തും കാണുന്ന, എന്തും കേൾക്കുന്ന, എന്തിനേയും സുഖാവാൻ വേണ്ടി സ്വീകരിക്കുന്നതായ ഈ ലോകത്തിലുള്ള എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് ഈ ലോകാവസാനം വരെ ഇവിടെ കഴിഞ്ഞുകൂടണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നമ്മുടെ ഇന്നത്തെ ഈ അത്യന്താധുനിക സുഖ സൗകര്യങ്ങളോട് കൂടിയതായ ജീവിതമുണ്ടല്ലോ, അത്തരത്തിലൊരു ജീവിതമാണ് ഇപ്പോൾ
മാർക്കണ്ഡേയൻ അനുഭവപ്പെടണത്. അതിനിടയിൽ ചില സുനാമി. അയ്യോ, ഇങ്ങനെ വെള്ളപ്പൊക്കായി എന്താ ചെയ്യാം? മറ്റൊരു ഭാഗത്ത് പർവ്വതങ്ങളെ തകർത്ത് പാടങ്ങൾ നികത്തിക്കൊണ്ടിരിക്കുന്നതായ കാഴ്ചകൾ, ഈ പ്രകൃതിയെ ആകെ ഇളക്കിമറിക്കുന്നതായ കാഴ്ചകൾ. ഈ പ്രകൃതിയെ നമ്മളെ ഇളക്കിമറിക്കുമ്പോൾ ഈ പ്രകൃതി ഇങ്ങോട്ട് നമ്മളെയും ഇളക്കിമറിക്കും. പ്രകൃതിയുടെ നേരെയുള്ളതായ നമ്മുടെ ക്രൂരതകൾ നമ്മുടെ പ്രകൃതിയിലേക്കും ശരീരപ്രകൃതിയിലേക്കും മനസ്സിലേക്കും ബുദ്ധിയിലേക്കും ചിന്തകളിലേക്കും എല്ലാം വ്യാപിക്കും. പ്രകൃതിയോടുള്ള ക്രൂരമായ പെരുമാറ്റങ്ങൾ അരുതെന്നാണ് പ്രകൃതി ആരാധകനായ ശ്രീകൃഷ്ണൻ കുട്ടിക്കാലത്ത് ആ ഗോവർദ്ധന പർവ്വതയാഗമൊക്കെ ചെയ്തുകൊണ്ട് കുട്ടികളെ ഉപദേശിച്ചത്. അതുപോലെ തന്നെ പശുക്കളെ മേച്ച് നടന്നുകൊണ്ട് പുല്ലാങ്കുഴൽ ഊതിക്കൊണ്ട് പ്രകൃതി സ്നേഹിയായി ലോലുപനായി ഭഗവാൻ കാണിച്ചു തന്നത്. കാളിന്തിയിലെ ജലം പോലും മലിനമായപ്പോൾ കാളിയനെ ഓടിച്ചുകൊണ്ട് ഈ വെള്ളമെന്നും ശുദ്ധമായിരിക്കണമെന്ന യമുനയെ പവിത്രമാക്കി തീർത്തത്. ഈ പ്രകൃതിയിലെ വെള്ളത്തെയും മണ്ണിനെയും മറ്റെല്ലാത്തിനെയും രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മനുഷ്യനെ ഈശ്വരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യനായി ഭഗവാൻ വന്ന് അത്തരം രക്ഷയുടേതായ മാർഗങ്ങൾ ഗോവർദ്ധന പൂജാദികളായിട്ട് കാണിച്ചു തന്നു. അതിനൊക്കെ എതിരായിട്ട് ഇന്ന് പർവ്വതത്തെ നമ്മൾ തട്ടിത്തകർക്കണു, പാടങ്ങളെ അടിച്ചു നിരപ്പാക്കണു, കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണു, എല്ലാവരും ന്യൂക്ലിയർ കുടുംബങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കണു. പണ്ടുണ്ടായിരുന്ന തറവാട എന്ന ചിന്ത വിട്ട് അച്ഛനൊരു മുറി, അമ്മയ്ക്കൊരു മുറി, മക്കളൊക്കെ ഓരോരുത്തർക്കും വേറെ വേറെ മുറി, താമസിക്കാൻ ആരുമില്ല. ടോളിച്ചാവുമ്പോഴേക്ക് എല്ലാവരും ഓടിച്ചാടി പുറപ്പെടുകയായി, എത്രയും സ്പീഡിലുള്ളതായ വണ്ടികളിൽ കയറിയിട്ട്. കൂടണയാൻ വരുന്ന പക്ഷികളെ പോലെയുള്ളതായ ജീവിതമായിട്ട് എവിടെ സമാധാനം കിട്ടണു? അത്തരത്തിലുള്ള ഒരു അവസ്ഥകൾ ഇന്ന് നമുക്ക് അനുഭവപ്പെടുന്നതായ മാനസിക ടെൻഷൻ, സുനാമി പോലെയുള്ളതായ പ്രകൃതി ക്ഷോഭങ്ങൾ, ആ പ്രളയത്തിൽ കിടന്ന് മുങ്ങുക, പൊങ്ങുക, വെള്ളം കുടിക്കുക, കരകാണാക്കടലിൽ നീന്തുക എന്ന രീതിയിലുള്ളതായ മാനസിക വിഭ്രാന്തികൾ മാർക്കണ്ഡേയൻ അനുഭവപ്പെട്ടു. സുഖമായിട്ടും ദുഃഖമായിട്ടും നാനാതരത്തിലുള്ളതായ മാനസിക സംഭ്രമങ്ങളായിട്ടും അനുഭവപ്പെട്ടതായ ആ അനുഭവങ്ങൾക്കിടയിലാണ് മാർക്കണ്ഡേയൻ പെട്ടെന്ന് എന്തൊരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ, എങ്ങനെയാണ് ഞാനിനി രക്ഷപ്പെടുക? എവിടെയെങ്കിലും രക്ഷപ്പെടാൻ പാകത്തിനൊരു പഴുത് കിട്ടുമോ? പ്രളയത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന മാർക്കണ്ഡേയൻ ദൂരെയായിട്ട് ഒരാല് കണ്ടപ്പോ ആലിന്റെ മുകളിലേക്ക് പൊത്തിപ്പിടിച്ച് കയറാന്ന് വിചാരിച്ചു. അവിടേക്ക് നീന്തലൊന്നും വേണ്ടി വന്നില്ല, ഒരു തിരമാല അവിടേക്ക് എത്തിച്ചു. ആ തിരമാലയിൽ ആലും മുങ്ങി. ഒരാലില മാത്രമാണ് മുങ്ങാതെ കണ്ട ഓളത്തിൽ. അതിനിടയിൽ കൂടി ഒരു പ്രകാശം, താൻ ബ്രഹ്മാനന്ദമായിട്ട് കണ്ടിരുന്ന, പരമാത്മതത്വമായിട്ട് കണ്ടിരുന്നതായ ചൈതന്യം പോലെ ഒരു പ്രകാശം, ആ നീലപ്രകാശം കണ്ടപ്പോൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അവിടെ ചെന്ന പ്രകാശത്തിൽ ചെന്നങ്ങോട്ട് ലയിക്കാന്ന് വിചാരിച്ച് അടുത്തേക്ക് ചെന്നപ്പോഴാണ് ആലിലയിൽ പള്ളി കൊള്ളുന്ന ഭഗവാന്റെ നാസികാദ്വാരത്തിൽ കൂടി വലിയൊരു കൊടുങ്കാറ്റ് പോലെ ഉള്ളിലേക്ക് ചെന്നതും അവിടെ ചെന്ന് വീണപ്പോഴും അതുമാതിരിയുള്ളതായ പ്രളയം. അടുത്ത ശ്വാസത്തിൽ തിരിച്ചിങ്ങോട്ട് തന്നെ വീണു. പുറമേയും പ്രളയം, അകമേയും പ്രളയം. ഈ പ്രളയത്തിൽ, ഈ മായാജാലങ്ങളിൽ, ഈ മാറ്റങ്ങളിൽ, ഈ പരിണാമങ്ങളിൽ, ഈ പ്രകൃതിയുടേതായ പഞ്ചഭൂതാത്മക വ്യതിയാനങ്ങളിൽ ഒന്നും പെടാതെ കണ്ട് കിടക്കുന്നതായ ചൈതന്യ മൂർത്തിയായ ആലില കൃഷ്ണനായ ഭഗവാൻ എന്താ ചെയ്യണതെന്ന് നോക്കി. ഭഗവാൻ ചെയ്യണത് തന്റെ പാദങ്ങളെ പിടിക്കണു, തൃച്ചുണ്ടിലേക്ക് കൊണ്ടുവരണു. ഈ പാദങ്ങളല്ലാതെ മറ്റൊന്നും ആശ്രയമില്ല എന്നുള്ളതായ സന്ദേശം. ആ ആശ്രയം എന്നുള്ള സന്ദേശം കണ്ടപ്പോൾ മാർക്കണ്ഡേയന്, നമ്മളങ്ങനെയാണല്ലോ ഒരു ആംഗ്യം കാണിക്കുമ്പോഴാണല്ലോ കാര്യം മനസ്സിലാവുക. അത്തരത്തിൽ ഈ ആംഗ്യം കണ്ടപ്പോൾ പാദം കൊണ്ടുവന്ന് തൃച്ചുണ്ടിലേക്ക് അങ്ങനെ അടുപ്പിച്ചുകൊണ്ട് ആ പാദ സ്വാദു സ്വാദു പദേ പദേ എന്ന ഭാഗവതത്തിലെ ഓരോ പദങ്ങളുടെയും സന്ദ്രാനന്ദ് അവബോധാത്മകം എന്ന് തുടങ്ങി മേൽപ്പത്തൂർ അവസാനിപ്പിക്കുമ്പോൾ യോഗീന്ദ്രാണാം ത്വദംഗേ സ്വധിക സുമധുരം എന്നിങ്ങനെ ആ പാദത്തെ ആശ്രയിച്ചുകൊണ്ടുള്ളതായ രീതിയിലുള്ള ഭക്തന്മാരെ കുറിച്ച് പറയുന്നത് പോലെ ആ തൃപ്പാദാരവിന്ദത്തിന്റെ മാധുര്യം എത്ര കണ്ടുണ്ട് എന്ന് മധുരമായ ഭാവത്തിൽ ഭഗവാൻ തന്നെ ഇത് കാല് കുടിച്ച് കിടക്കുന്നതായ ആലിലകൃഷ്ണനെ കണ്ടപ്പോൾ മറ്റേ തൃപ്പാദത്തിൽ ചെന്ന് മാർക്കണ്ഡേയൻ അങ്ങോട്ട് ഒരു പിടുത്തം പിടിച്ചു. ഇനി ഒരിക്കലും വിടില്ല എന്ന് ഉറപ്പിച്ചു. ആ പിടുത്തത്തിൽ മുറുകി പിടിച്ച് ഇനി ഞാൻ വിടില്ല, എന്ത് സുനാമി വന്നാലും വേണ്ടില്ല, എന്ത് പ്രകൃതിക്ഷോഭങ്ങൾ വന്നാലും വേണ്ടില്ല, ഞാൻ വിടില്ല എന്ന് വിചാരിച്ചു ഇങ്ങനെ മുറുക്കി പിടിച്ചതായ പിടുത്തത്തോടു കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നരനാരായണ മഹർഷിമാരിത് അനുഗ്രഹിച്ചുകൊണ്ട് അങ്ങോട്ട് മറയുന്നത് കണ്ടത്. ഞൊടിയടയിൽ ഈ സെക്കൻഡ് നേരം യുഗങ്ങളായിട്ട് തനിക്ക് തോന്നിയതാണ്
തന്റെ മനസ്സിനെ ഭ്രമിപ്പിച്ചതായ മായാജാലം. 6 മന്വന്തരക്കാലങ്ങൾ തനിക്കൊരു ഞൊടിയിടയായിട്ട് തോന്നിയതായ ആ ആനന്ദമാണ് ബ്രഹ്മാനന്ദം. അപ്പൊ ഇനി ബ്രഹ്മാനന്ദം വേണോ ഈ നിമിഷാനന്ദം വേണോ എന്നുള്ള കാര്യത്തിൽ സ്വയം തീരുമാനമെടുക്കാലോ. പിന്നെ ഒന്നും ആലോചിക്കാനൊന്നുമില്ല. ആ ബ്രഹ്മാനന്ദം തന്നെ മതി. 6 മന്വന്തരങ്ങളായി താൻ ധ്യാനിച്ചിരിക്കുന്നതായ ആ ബ്രഹ്മാനന്ദം തന്നെ മതി. പക്ഷേ അന്നത്തെ ബ്രഹ്മാനന്ദത്തിനേക്കാൾ രസമുണ്ട് ഈ തൃപ്പാദം പിടിക്കുമ്പോൾ. ഇനി ഞാൻ ഈ പാദം വിടില്ല. ആ ആലിലകൃഷ്ണന്റെ പാദങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ഇത് ആവാഹിച്ചിരുത്തി ഹൃദയമാകുന്ന തൊട്ടിലിൽ താരാട്ട് പാടിക്കൊണ്ടിരുന്നു. ആലിലകൃഷ്ണനെ മാർക്കണ്ഡേയൻ ഹൃദയത്തിൽ താരാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതായ ഈ സന്ദർഭത്തിലാണ് എറണാകുളത്തപ്പനും ശ്രീപാർവതിയും കൂടിയിട്ട് ഇത് സത്രവേദിയിലേക്ക് സമാപനായില്ലോ. മാർക്കണ്ഡേയ കഥകളൊക്കെയാണല്ലോ പറയണത്. അന്ന് മാർക്കണ്ഡേയന്റെ അടുത്തേക്ക് പോയതുപോലെ ഞാൻ അവിടുന്ന് പുറപ്പെടുകയായിട്ടോ. കാലത്തെ പൂജാതി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ സമാപന സമ്മേളനത്തിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വായിച്ചു കേട്ടു. പാർവതി സമേതരായിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും വെളിച്ചാവുമ്പോൾ നടടച്ചാലും രാത്രി നടടച്ചാലും യാത്രകൾ പതിവുണ്ട്. വെളിച്ചാവുമ്പോൾ നടടച്ചാലത്തെ യാത്ര പകൽ കടന്ന് വട്ടം തിരിയുന്നവരായ മായാമോഹങ്ങളെ അനുഭവിക്കുന്നവരുടെ അടുത്തേക്കാണ്. രാത്രി നടടച്ചാലത്തെ യാത്ര ഭൂതപ്രേത പിശാചുക്കളൊക്കെ ആയിട്ട് മരിച്ചുപോയിട്ടും രക്ഷ കിട്ടാതെ കണ്ടതായ പ്രേതങ്ങളൊക്കെ ഉണ്ടേ, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും ഇന്നത്തെ യാത്ര മാർക്കണ്ഡേയന്റെ അടുത്തേക്കാവാം, മാർക്കണ്ഡേയ കഥ പറയുന്നതായ സത്ര സദസ്സിലേക്കാവാം. എന്നിങ്ങനെ പാർവതി പരമേശ്വരന്മാരിത് ഇങ്ങോട്ട് വരുന്നു. ഉള്ളിലുള്ള ആലിലകൃഷ്ണനെ പാർവതി അമ്മ ഉണ്ണിയെ എത്രയെത്ര വാത്സലിച്ചാലും മതി വരാറില്ല. ആ ഉണ്ണിയെ അടുത്ത് അങ്ങനെ വാത്സലിക്കാനായിട്ട് തുടങ്ങി. ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കണ്ഡേയൻ പെട്ടെന്ന് കണ്ണു തുറന്നപ്പോഴാണ് തന്റെ ഹൃദയത്തിൽ താൻ താരാട്ട് പാടിയിരുന്ന ഉണ്ണിയെ അമ്മ പാർവതി ഇത് വാത്സലിച്ചുകൊണ്ടിരിക്കണു. മഹാദേവൻ അനുഗ്രഹിച്ചുകൊണ്ട് ഉണ്ണി മാർക്കണ്ഡേയ എന്തെങ്കിലും വരം തരാൻ വേണ്ടി വന്നിറക്കുകയാണ്. എന്താ വരം വേണ്ടതെന്ന് ചോദിക്കൂ. മാർക്കണ്ഡേയൻ പറഞ്ഞു, അതേ ഒരു കാര്യമുണ്ട്, അച്യുതാം ഭക്തിം. ആ ഉണ്ണിയെ കൊണ്ടുപോയാൻ പറ്റില്ല. ഞാൻ കുറച്ചു നേരമായിട്ട് താരാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ഉണ്ണിയെ അമ്മ കുറച്ചു നേരം വാത്സലിച്ചോളൂ, പക്ഷെ എനിക്ക് തന്നെ തിരിച്ചു തരണം. ആ ഉണ്ണിയെ എനിക്ക് തന്നെ താരാട്ട് പാടാനായിട്ടും വാത്സലിക്കാനായിട്ടും സാധിക്കണം. ആലിലകൃഷ്ണനായ ഭഗവാനെ ഹൃദയത്തിൽ അപ്രകാരം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൃഷ്ണ ആനന്ദത്തിനിടയില് അമ്മയോടുള്ള സ്നേഹം കുറയരുത് കേട്ടോ. പിതാവായ ജഗൽപിതാവായ മഹാദേവനോടുള്ളതായ ഭക്തി കുറയരുത് കേട്ടോ. അപ്രകാരം അച്യുതാം ഭക്തിം വരമേകം വൃണേഥാപി പൂർണാൽ കാമാഭിവരുഷണാൽ ഭഗവത്യച്യുതാം ഭക്തിം തൽപരേഷു തഥാ ത്വയി. ഗുരുവായൂരപ്പനെയും മഹാദേവനെയും മഹാദേവിയെയും ഒരു ദേവീദേവന്മാരെയും വേറെ വേറെയായിട്ട് തോന്നാൻ പാടില്ല. എല്ലാവരിലുമുള്ള സമത്വഭാവം, ആ സാഹോദര്യഭാവം, ആ സൗഹൃദഭാവം, ആ സമത്വം എന്നും ഉണ്ടായിരിക്കണം. അതിനായിട്ട് മാർക്കണ്ഡേയൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ഈ സമത്വം, ഈ സത്രവേദിയിൽ നടക്കുന്നതായ ഈ സാഹോദര്യം, ഈ സൗഹൃദം, ഇതിലും വലിയൊരു പ്രേമ ഭാവം മറ്റൊന്നുമില്ല. ഈ പ്രേമഭാവത്തെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഇത് മറ്റുള്ളവരെ അനുഭവപ്പെടുത്തി കൊടുക്കാൻ സാധിക്കണം. നമ്മൾ അത്തരത്തിൽ ഓരോരുത്തരും ജീവിതത്തിൽ ഈ സന്ദേശങ്ങളെ പ്രാവർത്തികമാക്കി തീർക്കാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ടെൻഷനും തീരാൻ, നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നതായ സാഹോദര്യങ്ങൾ തമ്മിൽ അകന്നകന്നു പോയിട്ട് തറവാടുകൾ ഇല്ലാണ്ടയായിട്ട് അനേക ഫ്ളാറ്റുകളായിട്ട് ഈ ലോകം അധപ്പതിക്കാനുള്ളതായ കാരണത്തെ നമ്മൾ മാറ്റിയെടുക്കണം. സത്സംഗം കൊണ്ട്, സമത്വം കൊണ്ട്, സമത്വത്തിന് വേണ്ടിയിട്ടാണ് ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നതായ ചിന്താഗതിക്കാർ പോലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സമത്വം തന്നെയാണ് ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ടതായ ചിന്താഗതിക്കാരുടെയും ആദർശം. ആ സമത്വമാണ് നമ്മൾ നഴ്സറി ക്ലാസ്സുകൾ മുതൽ വരിയായിട്ട് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചത്. നമ്മൾ സഹോദരീ സഹോദരന്മാരാണ്. സൗഹൃദമായിട്ട് പഠിക്കണതിന് ഇടയില് കൂട്ടുകാരായിട്ട് കളിക്കേണ്ടവരാണ്. പഠിച്ചു പാസ്സായാൽ മാത്രം പോരാ, നമ്മുടെ ഈ സൗഹൃദം എന്നും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് വരെ അത്തരത്തിൽ ഉരുവിട്ട് വിട്ടുപിരിയുമ്പോൾ എവിടേക്കൊക്കെയാണോ എത്തിച്ചേരുക എന്നൊക്കെ പറഞ്ഞ് അഡ്രസ് മേടിച്ചു വെക്കണത് പോലെ ഈ ജീവിതത്തിൽ എല്ലാവരുമായിട്ടുള്ളതായ സാഹോദര്യം, ആ സ്നേഹം, അതാണ് ഈ ജീവിതം ഭക്തിയുള്ളതായി തീരാൻ വേണ്ടത്. ജീവിതം അത്തരത്തിൽ ഭക്തിയുള്ളതായി കഴിഞ്ഞാലോ ആ ഭക്തിമാർഗത്തിൽ കൂടി നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് നിഷ്പ്രയാസം ഒത്തൊരുമിച്ച് എത്തിച്ചേരാനായിട്ട് സാധിക്കും. എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇങ്ങോട്ട് നമ്മുടെ മുമ്പിലേക്ക് ഇത് എത്തിച്ചേരുന്നതായ ഒരു അവസ്ഥ മാർക്കണ്ഡേയനെ പോലെ നമുക്ക് അനുഭവപ്പെടും. തപസ് ചെയ്യുന്ന മാർക്കണ്ഡേയന്റെ അടുത്തേക്ക് നരനാരായണ മഹർഷിമാരും പാർവതീ പരമേശ്വരന്മാരും വന്നതുപോലെ നമ്മുടെ മുമ്പിലേക്ക് എറണാകുളത്തപ്പനും ശ്രീ ഗുരുവായൂരപ്പനും ബദരീനാഥനും
ചൊറ്റാനിക്കരമ്മയും സർവദേവീ ദേവന്മാരും ഭാരതമാതാവായ ആ മാതൃ വാത്സല്യത്തിൻ്റെതായ ഭാവത്തിൽ മക്കളായ നമുക്ക് എല്ലാവർക്കും അത്തരത്തിലൊരു ആനന്ദഭരിതമായ ജീവിതം നയിക്കാൻ സാധിക്കണേ. അതിനുള്ള എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞുകൂടുന്നത്. ഇത്രയൊക്കെ സുഖ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കുകയാണ്. ആ ടെൻഷൻ മാറ്റാനുള്ള വഴി എല്ലാത്തിന്റെ കൂടെയും ഭാഗവത കൃഷ്ണനെയും ഒപ്പം കൂട്ടിച്ചേർക്കുക. മാർക്കണ്ഡേയൻ ഹൃദയത്തിൽ താരാട്ട് പാടുന്നത് പോലെ എന്റെ കൂടെ ഉണ്ണിയുണ്ട് കേട്ടോ, കൃഷ്ണൻ ഉണ്ട് കേട്ടോ. ആ ഉണ്ണികൃഷ്ണന്റെ കൂടെ ഉണ്ടായാൽ എന്തിനാ പിന്നെ ഞാൻ പേടിക്കണത്? എല്ലാവരെയും പൂന്താനം കണ്ടതുപോലെ മക്കളായിട്ട് ഉണ്ണികൃഷ്ണന്മാരായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും.